Good morning. ജോയിൻ ചെയ്യാനുള്ളൂ അല്ലേ? എത്ര പേരായിട്ടുണ്ട്? 21 പേരായിട്ടുണ്ട്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തായിരുന്നു? ആൻ ഓവർവ്യൂ ഓഫ് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ നമ്മൾ ഒബ്ജക്റ്റീവ്സ് ഇതല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ? ഒബ്ജക്റ്റീവ്സ് അല്ലേ? പ്രിൻസിപ്പിൾസ് കഴിഞ്ഞു, ഹെൽത്ത് അഡ്മിനിസ്ട്രേഷന്റെ പ്രിൻസിപ്പിൾസ് ഓഫ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ കഴിഞ്ഞു. നെക്സ്റ്റ് ഒബ്ജക്റ്റീവ്സ്. എത്ര പോയിന്റ് വരെയും പറഞ്ഞു? 11 പോയിന്റ് വരെ അല്ലേ? 11ാമത്തെ പോയിന്റ് വരെ എന്നാ നമ്മൾ പറഞ്ഞു അല്ലേ? 11 പോയിന്റ് കംപ്ലീറ്റ് അല്ലേ അവിടെ? ഓക്കെ അല്ലേ? നെക്സ്റ്റ് 12th പോയിന്റ് അല്ലേ നമ്മൾ തുടങ്ങണ്ടേ? 12ാമത്തെ പോയിന്റ് അല്ലേ? മറുപടി ഒന്നും ഇല്ലല്ലോ. 12th പോയിന്റ് അല്ലേ നമ്മൾ തുടങ്ങേണ്ടത്? യെസ്, സനില ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഒബ്ജക്റ്റീവ്സ് ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക കേട്ടോ. പ്രിൻസിപ്പിൾസും ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക. ബൈഹാർട്ട് പഠിക്കേണ്ട. ഒന്ന് നമ്മൾ അതിന്റെ ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ നമ്മൾ അണ്ടർലൈൻ ചെയ്തിട്ടല്ലോ, അതിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാം. ഫുൾ അങ്ങോട്ട് വായിക്കണം എന്നില്ല കേട്ടോ. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് 12th പോയിന്റ് ആണ്. Okay, to tackle professional consultancy in the field of health system management, quality and accreditation, health technology, assessment, medical tourism, disaster management, healthcare delivery organization, public health facilities and services. കണ്ടോ? അപ്പൊ ഇത്രയും എന്താ ടാക്കിൾ എന്ന് പറഞ്ഞാൽ കൈകാര്യം ചെയ്യുക അല്ലെങ്കിൽ നേരിടുക എന്നുള്ള മീനിങ് കേട്ടോ. ടു ടാക്കിൾ പ്രൊഫഷണൽ കൺസൾട്ടൻസി. ഇപ്പൊ ഏതൊക്കെയാ നമ്മൾ പറഞ്ഞ ഏതൊക്കെ സ്ഥാപനങ്ങളാ പറഞ്ഞേക്കുന്നേ? എവിടെയാ? ഇൻ ദ ഫീൽഡ് ഓഫ് ഹെൽത്ത് സിസ്റ്റം മാനേജ്മെന്റ്, ക്വാളിറ്റി ആൻഡ് അക്രഡിറ്റേഷൻ, ഹെൽത്ത് ടെക്നോളജി, assessment, medical tourism, disaster management, healthcare delivery organization, public health facilities and services. മുതലായ മേഖലയുമായി ബന്ധപ്പെട്ട് അവിടുത്തെ അഭിപ്രായങ്ങൾ എന്താണെന്ന് അത് ചോദിക്കുകയും അത് മനസ്സിലാക്കുകയും ആ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി അത് പ്രയോജനപ്പെടുത്തുകയും ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാ? ഫോർ ദ ഓവറോൾ ഇംപ്രൂവ്മെന്റ് ഓഫ് ദ ഫെസിലിറ്റി. ആ ഫെസിലിറ്റിയുടെ മൊത്തത്തിലുള്ള പുരോഗമനത്തിന് വേണ്ടി അല്ലെ, ഓവറോൾ ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട് ഈ പറയുന്ന സ്ഥാപനങ്ങള് അതുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ അഭിപ്രായങ്ങൾ ആരായുകയും കൺസൾട്ടൻസി എന്ന് പറഞ്ഞത് ഒരു ഉപദേശക ബോഡിയായിട്ട് പ്രൊഫഷണൽ കൺസൾട്ടൻസി അപ്പൊ എന്തൊക്കെയാണ് ആ ഒരു സ്ഥാപനങ്ങളിലൊക്കെ ആയി ബന്ധപ്പെട്ട് വരുന്ന ഈ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കുകയും അത് വേണ്ട വിധത്തില് എന്തൊക്കെയാണ് സജഷൻസ് നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് അതനുസരിച്ച് എന്ത് ചെയ്യണം? അത് പ്രയോജനപ്പെടുത്തുകയും ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്? ഫോർ ഓവറോൾ ഇംപ്രൂവ്മെന്റ് ഓഫ് ദ ഫെസിലിറ്റീസ്. ആ ഫെസിലിറ്റിയുടെ മൊത്തത്തിലുള്ള ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട്, ഓവറോൾ ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ അവിടെ ആ ഫസ്റ്റ് സെന്റൻസ് മാത്രം ഒന്ന് നോട്ട് ചെയ്തിടാം കേട്ടോ. ടു ടാക്കിൾ പ്രൊഫഷണൽ കൺസൾട്ടൻസി. പ്രൊഫഷണൽ കൺസൾട്ടൻസി അവിടെ വരെ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടാ മതി കേട്ടോ. നമ്മൾ എവിടേക്കാണ് പറഞ്ഞത്? ഹെൽത്ത് സിസ്റ്റം മാനേജ്മെന്റ്, ക്വാളിറ്റി ആൻഡ് അക്രഡിറ്റേഷൻ, ഹെൽത്ത് ടെക്നോളജി അസസ്മെന്റ്, മെഡിക്കൽ ടൂറിസം, ഡിസാസ്റ്റർ മാനേജ്മെന്റ്, ഹെൽത്ത് കെയർ ഡെലിവറി ഓർഗനൈസേഷൻ, പബ്ലിക് ഹെൽത്ത് ഫെസിലിറ്റീസ് ആൻഡ് സർവീസസ് എന്നീ സ്ഥാപനങ്ങളുമായിട്ട് അവരുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുകയും അതനുസരിച്ച് അത് നമ്മൾ വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തുകയും ചെയ്യുക. എന്തിനാണ്? ആ ഫെസിലിറ്റിയുടെ ആ മൊത്തത്തിലുള്ള ഒരു ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട്. ഇനി അടുത്ത നോക്കിയേ 13ാമത്തെ പോയിന്റ്. ടു കണ്ടക്ട് ഇന്റർ ഹോസ്പിറ്റൽ ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ അവാർഡ് കോമ്പറ്റീഷൻ. എന്ത് ചെയ്യണം? എന്ത് കണ്ടക്ട് ചെയ്യണം? ഇന്റർ ഹോസ്പിറ്റൽ ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ അവാർഡ് കോമ്പറ്റീഷൻ ഓൺ ഡിഫറെന്റ് പാരാമീറ്റേഴ്സ് ടു ബ്രിങ് കോമ്പറ്റേറ്റീവ്നെസ് ഓഫ് എൻഹാൻസിങ് ഹെൽത്ത് കെയർ ക്വാളിറ്റി ആൻഡ്
ട്രെയിനിങ്. എന്താ? ആരോഗ്യ പരിരക്ഷയുടെ ഹെൽത്ത് കെയർ ക്വാളിറ്റി, അവിടെ ഗുണനിലവാരവും അതിന്റെ ട്രെയിനിങ്ങും അതിന്റെ പരിശീലനവും അതിന് വേണ്ടിയിട്ടുള്ള ഒരു മത്സരക്ഷമത കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് വിവിധ മാനദണ്ഡങ്ങളിൽ നിന്നുള്ള ഇന്റർ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അവാർഡ് കോമ്പറ്റീഷൻസ് കണ്ടക്ട് ചെയ്യുക. അവിടെ ഇത്രയും ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട്, ടു കണ്ടക്ട് ഇന്റർ ഹോസ്പിറ്റൽ ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ അവാർഡ് കോമ്പറ്റീഷൻസ്. അത് പല ഇതിനകത്തുള്ളവര് കേട്ടോ, ഓൺ ഡിഫറെന്റ് പാരാമീറ്റേഴ്സ്. എന്തിനു വേണ്ടിയാ? ടു ബ്രിങ് കോമ്പറ്റേറ്റീവ്സ് ഫോർ, ഒരു മത്സരക്ഷമത കൊണ്ടുവരുന്നതിന് വേണ്ടി. ഫോർ ആർക്ക് വേണ്ടിയാ? എൻഹാൻസിങ് ഹെൽത്ത് കെയർ ക്വാളിറ്റി ആൻഡ് ട്രെയിനിങ്. ഹെൽത്ത് കെയർ ക്വാളിറ്റി അതിന്റെ പിന്നെ അതിന്റെ ഒരു ട്രെയിനിങ്, പരിശീലനത്തിന്റെ ഒക്കെ അത് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, എൻഹാൻസ് ചെയ്യാന്ന് വെച്ചാൽ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, ഹെൽത്ത് കെയർ ക്വാളിറ്റി അതിന്റെ പരിശീലനം ഒക്കെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു കോമ്പറ്റീറ്റീവ്നെസ്, ഒരു മത്സരക്ഷമത കൊണ്ടുവരുന്നതിനായിട്ട് വിവിധ മാനദണ്ഡങ്ങളിലുള്ള ഹോസ്പിറ്റലുകള്, ഇന്റർ ഹോസ്പിറ്റലുകള് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവർക്ക് എന്ത് കൊണ്ടുവരിക? അവാർഡ് കോമ്പറ്റീഷൻസ് കണ്ടക്ട് ചെയ്യുക. അല്ലെ? പല അവാർഡുകള് കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടി എന്ത് ചെയ്യുക? ആ ക്വാളിറ്റി നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. അല്ലെ? കുറച്ച് ടീമുകാർക്ക് കിട്ടി, കുറച്ച് ഹോസ്പിറ്റലുകൾക്ക് കിട്ടി, അപ്പം മറ്റുള്ളവരും അതിനൊപ്പം തന്നെ എത്താൻ ശ്രമിക്കും. അല്ലേ? ഇല്ലേ? അപ്പൊ അങ്ങനെ എന്തുകൊണ്ടുവരണം? കണ്ടക്ട് ഇന്റർ ഹോസ്പിറ്റൽ ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ അവാർഡ് കോമ്പറ്റീഷൻസ്. അത്ര ഒന്ന് അണ്ടർലൈൻ ചെയ്തോ ആ സെന്റൻസ്? ലാസ്റ്റ് പോയിന്റ് നോക്കി, 14ാമത്തെ പോയിന്റ്. ടു റിയലൈസ് ആൻഡ് മേക്ക് എ ഫെസിലിറ്റി ടു ആൻ ഇൻഡിവിജ്വൽ ഹു ഹാവ് മെയ്ഡ് എക്സ്ട്രാ ഓർഡിനറി ആൻഡ് സിഗ്നിഫിക്കന്റ് കോൺട്രിബ്യൂഷൻ ഇൻ ദ ഫീൽഡ് ഓഫ് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഇൻ ജനറൽ ആൻഡ് ടു ദ അക്കാദമി ഇൻ പർട്ടിക്കുലർ. എന്താ? ഹെൽത്ത് ഹോസ്പിറ്റൽ മേഖലയില്, ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് മേഖലയില് പൊതുവെയും അക്കാദമിക് ആയിട്ടുള്ള മേഖലയില് ഈ പ്രത്യേകം കോൺട്രിബ്യൂഷൻസ്, സിഗ്നിഫിക്കന്റ് കോൺട്രിബ്യൂഷൻ ഉണ്ടോ? സിഗ്നിഫിക്കന്റ് ഒരു കുറെ അധികം നമുക്ക് എന്താ സംഭാവന നൽകിയിട്ടുള്ള, കോൺട്രിബ്യൂഷൻ നൽകിയിട്ടുള്ള ഈ കോൺട്രിബ്യൂഷൻ നൽകിയിട്ടുള്ള ഇൻഡിവിജ്വൽസ്, വ്യക്തികളെ തിരിച്ചറിയുകയും അതിന് അവർക്ക് എന്ത് ചെയ്യണം? അതിനുള്ള സൗകര്യം ഒരുക്കുകയും ചെയ്യണം. ടു റിയലൈസ് ആൻഡ് മേക്ക് ഫെസിലിറ്റി. കണ്ടോ? അവര് തിരിച്ചറിയണം. ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് മേഖലയില് വളരെയധികം സംഭാവന നൽകിയ വ്യക്തികളെ തിരിച്ചറിയുകയും അതിന് അവർക്ക് വേണ്ട സൗകര്യങ്ങള് ചെയ്തു കൊടുക്കുകയും വേണം. മനസ്സിലായോ? 14ാമത്തെ പോയിന്റ് ക്ലിയർ ആയോ? നോക്കിയേ, എന്താണ്? ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് മേഖലയില് കോൺട്രിബ്യൂഷൻ നൽകിയ വ്യക്തികളെ റിയലൈസ് ചെയ്യുക, അല്ലെ? അവരെ തിരിച്ചറിയിക്കുകയും അവർക്ക് എന്താ കൊടുക്കണ്ടേ? അവർക്ക് അതിനുള്ള ഫെസിലിറ്റി കൊടുക്കുകയും ചെയ്യണം. ക്ലിയർ ആയോ? 14. ഇപ്പൊ നമ്മൾ 3 പോയിന്റ്സ് പറഞ്ഞു കേട്ടോ. എത്രയാ? 12, 13, 14. ക്ലിയർ ആയോ പോയിന്റ്സുകൾ? അത്രയും ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. ലാസ്റ്റ് പോയിന്റിൽ നോക്കിയേ, ടു റിയലൈസ് ആൻഡ് മേക്ക് ഫെസിലിറ്റി ടു ഇൻഡിവിജ്വൽ ഹു ഹാവ് മെയ്ഡ് എക്സ്ട്രാ ഓർഡിനറി സിഗ്നിഫിക്കന്റ് കോൺട്രിബ്യൂഷൻ ഇൻ ദ ഫീൽഡ് ഓഫ് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ്. 12th പോയിന്റ് ആണോ പറയണ്ടേ? പറയാലോ. 12th പോയിന്റിൽ എന്താ പറഞ്ഞേക്കുന്നേ? കുറെ മേഖലകളാ പറഞ്ഞേക്കുന്നത്. ഒന്ന് ശ്രദ്ധിച്ചേ, എവിടെ നിന്നാണ് നമ്മൾ അത് സ്റ്റാർട്ട് ചെയ്ത് നോക്കിയേ? ഇൻ ദ ഫീൽഡ് ഓഫ്, ഏത് ഫീൽഡിലാണ് നോക്കുക? ഏതൊക്കെ ഫീൽഡിലാണ്? ഹെൽത്ത് സിസ്റ്റം മാനേജ്മെന്റ്, ക്വാളിറ്റി ആൻഡ് അക്രഡിറ്റേഷൻ, ഹെൽത്ത് ടെക്നോളജി അസസ്മെന്റ്, medical tourism, disaster management, health care delivery organization, public health facilities and service. ഇത്രയും മേഖലകള് ഏതൊക്കെയാണ്? ഈ പറഞ്ഞിട്ടുള്ള ഇത്രയും മേഖലകളുമായി ബന്ധപ്പെട്ടിട്ട് ഇത്രയും മേഖലകളുമായി ബന്ധപ്പെട്ട് അവരുടെ ഒരു അഭിപ്രായങ്ങള്, ഓരോ സെക്ഷൻ മീറ്റിങ്ങുകളോ കാര്യങ്ങളോ ഒക്കെ നടത്തിയിട്ട് അവർക്കുടെ എന്താണ്, അവർക്കുടെ ഇൻസ്ട്രക്ഷൻസ് അല്ലെ, നിർദ്ദേശങ്ങള്, അവർക്കുടെ അഭിപ്രായങ്ങളൊക്കെ ചോദിച്ചിട്ട് എന്ത് ചെയ്യണം? അത് എന്ത് ചെയ്യുക? അത് പ്രയോജനപ്പെടുത്തുകയും ചെയ്യുക.
ഉണ്ടോ? ടു ടാക്കിൾ, നേടുക എന്നുള്ള മീനിങ്, അതിന് കൈകാര്യം ചെയ്യുക. പ്രൊഫഷണൽ കൺസൾട്ടൻസി, അതായത് ഈ പറയുന്ന സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അവർക്കുടെ അഭിപ്രായങ്ങള് അല്ലെങ്കിൽ അവർക്കുടെ നിർദ്ദേശങ്ങള് എന്ത് ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ ഉപദേശങ്ങള്. കൺസൾട്ടൻസി എന്ന് പറഞ്ഞാൽ ഒരു ഉപദേശം എന്നുള്ള മീനിങ് പറയാം. ഉപദേശങ്ങള് ഇതെല്ലാം കൈകാര്യം ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, അത് വെറുതെ അവർ പറയുന്ന കാര്യം കേട്ടാൽ മതിയോ? എന്ത് ചെയ്യുക, അത് പ്രയോജനപ്പെടുത്തുന്നതിനായിട്ട് അല്ലെ, അത് പ്രയോജനപ്പെടുന്ന അഭിപ്രായങ്ങള് ആരായിരിക്കും, അത് പ്രയോജനപ്പെടുത്തുകയും ചെയ്യുക. അപ്പൊ അവരെന്ത് ഡിസിഷനാണ് അവർ പറയുന്നത്, അവരെന്ത് നിർദ്ദേശമാണ് പറയുന്നത് ഈ സ്ഥാപനങ്ങള്, അതനുസരിച്ച് എന്ത് ചെയ്യണം, അത് വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തുകയും ചെയ്യണം. അത് എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നേ? എന്തിനു വേണ്ടിയിട്ടാ? ഓവറോൾ ഇംപ്രൂവ്മെന്റ് ഓഫ് ദ ഫെസിലിറ്റി. ആ ഒരു ഫെസിലിറ്റി, ഇപ്പൊ മെഡിക്കൽ ടൂറിസത്തിലാണെങ്കിൽ അവിടെ ഇംപ്രൂവ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഡിസാസ്റ്റർ മാനേജ്മെന്റിലാണെങ്കിൽ അവിടെ ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട്. മനസ്സിലായോ? ഈ പറയുന്ന സ്ഥാപനങ്ങള് അവരുടെ അഭിപ്രായങ്ങള് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുകയും അതനുസരിച്ച് പ്രയോജനപ്പെടുത്തുകയും ചെയ്യുക. എന്തിനു വേണ്ടിയാ? എന്തിനു വേണ്ടിയിട്ടാണ്? അവിടുത്തെ ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട്, ഓവറോൾ ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ അടുത്ത എന്താ? സെക്രട്ടറിയില് ഇന്റർ ഹോസ്പിറ്റൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അവാർഡ് കോമ്പറ്റീഷൻസ് കണ്ടക്ട് ചെയ്യുക. പിന്നെ അടുത്ത് എന്താ പറഞ്ഞേക്കുന്നത്? ഈ ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് മേഖലയിൽ കോൺട്രിബ്യൂഷൻ നൽകിയ വ്യക്തികൾ, അല്ലെ, എക്സ്ട്രാ ഓർഡിനറി ആൻഡ് സിഗ്നിഫിക്കന്റ് കോൺട്രിബ്യൂഷൻ, അങ്ങനെ നൽകിയ ഇൻഡിവിജ്വൽസ്, വ്യക്തികളെ തിരിച്ചറിയുക, റിയലൈസ് ചെയ്യുക. എന്നിട്ട് അതിന് അവർക്കുള്ള ഫെസിലിറ്റി, അല്ലെ, അവർക്ക് വേണ്ട വിധത്തിലുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക. ക്ലിയർ ആയോ? 12, 13, 14 പോയിന്റ്, 3 പോയിന്റ്സ്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇനി ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ജിനി ഇവിടെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മള് അവിടെ പ്രിൻസിപ്പിൾസ്, ഒബ്ജക്റ്റീവ്സ് അത്രയും കഴിഞ്ഞു കേട്ടോ അതിനകത്ത്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഇൻഡിക്കേറ്റേഴ്സ് ആണ്. Indicators for measuring impact of a healthcare administration. Healthcare administration സ്വാധീനം, ഇമ്പാക്ട്. ഇമ്പാക്ട് എന്ന് പറഞ്ഞാൽ എന്താ? സ്വാധീനം, അല്ലെ? സ്വാധീനം അളക്കുന്നതിനുള്ള, മെഷർ ചെയ്യുന്നതിനുള്ള ഇൻഡിക്കേറ്റേഴ്സ്. എന്താണ് അതിന്റെ മീനിങ്? ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷന്റെ സ്വാധീനം അളക്കുന്നതിനുള്ള ഇൻഡിക്കേറ്റേഴ്സ്. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, CSST ഒക്കെ പഠിച്ചപ്പോ പഠിച്ചിട്ടില്ലേ ഇൻഡിക്കേറ്റർ? CSST ഒക്കെ പഠിച്ചിട്ടില്ലേ? എന്താണ് ഇൻഡിക്കേറ്റർ? സൂചകങ്ങൾ, അല്ലെ? അപ്പൊ എന്താ ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിലെ ഇപ്പൊ ഒരു പോപ്പുലേഷനിലെ ആണെങ്കിൽ അവിടുത്തെ ജനങ്ങളുടെ ആരോഗ്യം, ഹെൽത്ത് കെയർ അളക്കുന്നതിനുള്ള ഇൻഡിക്കേറ്റേഴ്സ്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം, ഇപ്പൊ നമുക്ക് വാക്സിൻ, ഒരു പോപ്പുലേഷനിൽ നമ്മൾ വാക്സിനേഷൻ എടുക്കുകയാണ്. അപ്പൊ നമ്മൾ അത് കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്ക് അവിടുത്തെ ജനങ്ങളുടെ ഹെൽത്തിന്റെ കണ്ടീഷൻ എങ്ങനെയുണ്ട് നമുക്ക് അറിയാൻ എന്ത് ചെയ്യണം? അവിടെ നമുക്ക് എന്താ പറയാ, ഇങ്ങനെ ഈ ഒരു ഇൻഡിക്കേറ്റേഴ്സ്, നമുക്ക് ഒരു സൂചകങ്ങൾ, അല്ലെ? അപ്പൊ അവർക്കുടെ ഹെൽത്ത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്, ആരോഗ്യസ്ഥിതി മനസ്സിലാക്കാൻ വേണ്ടി അവിടെ ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യാം. വാക്സിൻ എടുത്തതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ അനലൈസ് ചെയ്യുക, അല്ലെ? അനലൈസ് ചെയ്യുമ്പോൾ ആ പർട്ടിക്കുലർ പോപ്പുലേഷനിലുള്ള ആളുകളുടെ ഹെൽത്തിന് നമ്മൾ എന്താ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും, അല്ലെ? നമുക്ക് ഇങ്ങനെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റാസ് ഒക്കെ ആയിട്ട് വെക്കൂലേ? അപ്പൊ നമുക്ക് ആ ഒരു പോപ്പുലേഷനിൽ അറിയാൻ പറ്റും. ഇപ്പൊ വാർഡുകളാണെങ്കിൽ ഇന്ന വാർഡുകളില്, അല്ലെങ്കിൽ ഈ എന്താ പറയാ പഞ്ചായത്തില് മൊത്തം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഓരോ വാക്സിനേഷനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ആ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ അനലൈസ് ചെയ്താല് നമുക്ക് എന്ത് മനസ്സിലാക്കാം? അവിടുത്തെ ജനങ്ങളുടെ ഹെൽത്ത് എങ്ങനെയാണ്, ഹെൽത്ത് കണ്ടീഷൻ എങ്ങനെയാണെന്നുള്ളതൊക്കെ നമുക്ക് അനലൈസ് ചെയ്യാം. എത്ര പേര് വാക്സിൻ എടുത്തു, ഇനി എത്ര പേര് വാക്സിൻ എടുക്കാത്തതുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റൂലേ? ഇല്ലേ? എന്താ ഇവിടെ മീനിങ്? എന്താ? ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷന്റെ സ്വാധീനം അളക്കുന്നതിനുള്ള ഇൻഡിക്കേറ്റേഴ്സ്. ഇവിടെ നോക്കിയേ, ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് ആർ കാൽക്കുലബിൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ പോപ്പുലേഷൻ. മൂല്യവത്തായ, അതാണ് കാൽക്കുലബിൾ എന്ന് പറഞ്ഞത് കേട്ടോ. ഹെൽത്ത് ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞ ഒരു പോപ്പുലേഷന്റെ സവിശേഷമായ, ഒരു മൂല്യവത്തായ സവിശേഷതയായി കണക്കാക്കപ്പെടുന്നു.
which researchers use as supporting evidence for explaining health of a population. ഇനി റിസർച്ചേഴ്സ് എന്തിനാണ് ഈ ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിക്കുന്നത്? എന്തിനാണ്? സപ്പോർട്ടിംഗ് എവിഡൻസ് ഫോർ എക്സ്പ്ലെയിനിങ് ദ ഹെൽത്ത് ഓഫ് എ പോപ്പുലേഷൻ. ഒരു പോപ്പുലേഷന്റെ ഹെൽത്തിനെ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഒരു സപ്പോർട്ടീവ് എവിഡൻസ് ആയിട്ട് റിസർച്ചേഴ്സ് എന്ത് ചെയ്യുന്നു? ഈ ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യുന്നു. കാൽക്കുലബിൾ എന്ന് പറഞ്ഞ മൂല്യവത്തായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ്. ഒരു പോപ്പുലേഷന്റെ ആളുകളുടെ ഹെൽത്തിനെ മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സവിശേഷതയാണ് ഹെൽത്ത് ഇൻഡിക്കേറ്റർ. മനസ്സിലായോ? ഒരു പോപ്പുലേഷനിലെ പ്രത്യേക സവിശേഷത മനസ്സിലാക്കാൻ അല്ലെങ്കിൽ നമുക്ക് അവിടുത്തെ ആരോഗ്യസ്ഥിതി തിട്ടപ്പെടുത്താൻ ഹെൽത്ത് ഇൻഡിക്കേറ്റർ ആണ് ഉപയോഗിക്കുന്നത്. ഒരു പോപ്പുലേഷനിലെ എല്ലാ ജനങ്ങളുടെയും ആരോഗ്യം എങ്ങനെയാണെന്ന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്, അവരുടെ ഹെൽത്ത് എങ്ങനെയാണ്, ഹെൽത്ത് കണ്ടീഷൻ എങ്ങനെയാണ് എന്നൊക്കെ മനസ്സിലാക്കാൻ ഒരു എവിഡൻസ് ആണ് ഈ ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. വെറുതെ നമുക്ക് അവിടെ ഹെൽത്ത് മെഷർ ചെയ്യാൻ പറ്റുമോ? അതിന് നമുക്ക് മെഷർ ചെയ്യാനായിട്ട് ഒരു ഇൻഡിക്കേറ്റർ വേണ്ടേ? നമുക്ക് ഇപ്പൊ അത് നമുക്ക് മനസ്സിലാക്കണം. ഇപ്പൊ നമ്മളിങ്ങനെ ഡാറ്റാസ് കളക്ട് ചെയ്തു, അത് കഴിഞ്ഞ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഗ്രാഫിലൊക്കെ നമ്മളത് ഇങ്ങനെ ഗ്രാഫ് കയറി ഇറങ്ങിയൊക്കെ വരുമല്ലോ ഇല്ലേ? ഗ്രോത്ത് റേറ്റ് ഇതൊക്കെ നമ്മൾ നോക്കാനായിട്ട് ഇത് വെച്ച് അംഗൻവാടികളിലൊക്കെ എങ്ങനെ ആ പർട്ടിക്കുലർ ലൊക്കേഷനിലുള്ള കുട്ടികളുടെ ഗ്രോത്ത് റേറ്റ്, വളർച്ചാ നിരക്ക് ഇങ്ങനെ ഗ്രാഫ് ഇങ്ങനെ കയറിയും കാണുമൊക്കെ ഇങ്ങനെ ഇരിക്കും അല്ലെ? അപ്പൊ അതെങ്ങനെയാണ്? അത് നമ്മൾ അനലൈസ് ചെയ്താല് നമുക്ക് അവിടുത്തെ കുട്ടികളുടെ എന്താണ് നമുക്ക് ഗ്രോത്ത് റേറ്റ് മനസ്സിലാക്കാം അല്ലെ? അല്ലെങ്കിൽ അതുപോലെ തന്നെ ഇങ്ങനെ ഒരു പോപ്പുലേഷന്റെ ഹെൽത്ത് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നേ? ഒരു പോപ്പുലേഷനിലെ പ്രത്യേക സവിശേഷതകള്, ഇപ്പൊ നമുക്ക് അവരുടെ ഗ്രോത്ത് ആവട്ടെ, അവരുടെ ഹെൽത്ത് ആവട്ടെ, എന്താണെങ്കിലും പ്രത്യേക സവിശേഷതകള് തിട്ടപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഹെൽത്ത് ഇൻഡിക്കേറ്റർ. ഫസ്റ്റ് ലൈൻ അണ്ടർലൈൻ ചെയ്തോട്ടോ. ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് ആർ കാൽക്കുലബിൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ പോപ്പുലേഷൻ. മനസ്സിലായോ? ഒരു പോപ്പുലേഷനിലെ പോപ്പുലേഷനിലെ ആളുകളുടെ സവിശേഷതകള് നമുക്ക് അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ്. ഇനി അത് റിസർച്ചേഴ്സ് എന്തിനാ ഉപയോഗിക്കണേ? അതുകൂടി അണ്ടർലൈൻ ചെയ്തോ. റിസർച്ചേഴ്സ് യൂസ് ആസ് എ സപ്പോർട്ടിംഗ് എവിഡൻസ് അല്ലെ? ഒരു സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു തെളിവായിട്ട് നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യണ്ടേ? ഹെൽത്തിനെ എക്സ്പ്ലെയിൻ ചെയ്യണ്ടേ? അപ്പൊ അതിന് സപ്പോർട്ടിംഗ് എവിഡൻസ് ആയിട്ട് ഈ ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് റിസർച്ചേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഹെൽത്തിനെ എക്സ്പ്ലെയിൻ ചെയ്യാണ്. അപ്പൊ നമുക്ക് ഈ ഗ്രാഫ്, ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ്, ഈ ഗ്രാഫ് നമുക്ക് കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ സപ്പോർട്ട് ചെയ്യാലോ അല്ലെ? സപ്പോർട്ട് ചെയ്ത് നമുക്ക് പ്രൂവ് ചെയ്ത് കാണിക്കാം അല്ലെ? നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ കണക്കനുസരിച്ച് ആളുകളുടെ ഹെൽത്ത് ഇത്രയുമാണ് അല്ലെങ്കിൽ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഒരു സപ്പോർട്ടിംഗ് എവിഡൻസ് ആയിട്ട് റിസർച്ചേഴ്സ് ഈ ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിക്കുന്നു. ക്ലിയർ ആയോ? രണ്ട് സെന്റൻസും ഓക്കെ. അത് രണ്ടും നോട്ട് ചെയ്തിട്ടോ കേട്ടോ. കാൽക്കുലബിൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ പോപ്പുലേഷൻ. പിന്നെ റിസർച്ചേഴ്സ് ഇതെന്തായിട്ട് ഉപയോഗിക്കുന്നത്? ഒരു സപ്പോർട്ടിംഗ് എവിഡൻസ് ആയി. എന്തിനു വേണ്ടിയാണ് സപ്പോർട്ടിംഗ് എവിഡൻസ് ആയിട്ട് ഉപയോഗിക്കുന്നത്? എക്സ്പ്ലെയിൻ ചെയ്യാൻ എന്ത്? പോപ്പുലേഷന്റെ ഹെൽത്ത് അല്ലെ? ഹെൽത്ത് ഓഫ് എ പോപ്പുലേഷൻ. ഒരു പോപ്പുലേഷന്റെ ജനങ്ങളുടെ അല്ലെങ്കിൽ ജനങ്ങളുടെ ആരോഗ്യത്തെ എക്സ്പ്ലെയിൻ ചെയ്യാൻ അതിന് സപ്പോർട്ടിംഗ് എവിഡൻസ് ആയിട്ട് ഈ റിസർച്ചേഴ്സ് ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. നോർമലി റിസർച്ചേഴ്സ് വിൽ യൂസ് ആസ് എ സർവേ മെത്തഡോളജി ടു കളക്ട് ദ ഇൻഫർമേഷൻ അബൌട്ട് എ പോപ്പുലേഷൻ സാമ്പിൾ. അണ്ടർലൈൻ ചെയ്തിട്ടോ. അപ്പൊ ഈ റിസർച്ചേഴ്സ് എന്ത് ടെക്നോളജിയാണ് അവർ ഉപയോഗിക്കുന്നത്? ഈ പോപ്പുലേഷൻ സാമ്പിളിൽ നിന്ന് ഈ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ എങ്ങനെയാ? സർവേ എടുക്കൂലേ? നിങ്ങളുടെ വീട്ടില് സർവേ ഒക്കെ എടുക്കാൻ വരൂലേ അല്ലേ? എന്തിനാ? ആ സർവേ ഒക്കെ എടുത്ത് നമ്മളോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുമ്പോൾ ആ ഒരു പോപ്പുലേഷനിലെ നമുക്ക് ഹെൽത്ത് എങ്ങനെയാന്ന് അറിയാൻ പറ്റും. ഇപ്പൊ ഇത്ര വയസ്സ് മുതൽ ഇത്ര വയസ്സുള്ളവര് എത്ര പേരുണ്ട്, വാക്സിൻ എടുത്തവർ എത്ര പേരുണ്ട്, ഇനി വാക്സിൻ എടുക്കാത്തവർ എത്ര പേരുണ്ട്, ഫസ്റ്റ് ഡോസ് എടുത്തവർ എത്ര പേരുണ്ട്, അങ്ങനെയൊക്കെ അവര് വന്നിട്ട് നമ്മളുടെ ആ ഡേറ്റാസ് നമ്മൾ ഏതിലൂടെയാണ് കളക്ട് ചെയ്യുന്നത്? സർവേ മെത്തഡോളജി. സർവേ മെത്തേഡിലൂടെയാണ് റിസർച്ചേഴ്സ്
ഒരു പോപ്പുലേഷൻ സാമ്പിള്, അതായത് ഒരു പോപ്പുലേഷൻ സാമ്പിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ ഒരു പോപ്പുലേഷൻ മൊത്തത്തിലല്ല, കുറച്ച് ആളുകളിൽ നിന്ന്, ഇതാണ് സാമ്പിൾ എന്ന് പറഞ്ഞാൽ അല്ലെ. മൊത്തം നോക്കൂല. ഇപ്പൊ മിക്കവാറും നമ്മൾ ഒരു 1000 പേരില് നമ്മൾ നോക്കുക അങ്ങനെ, എന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ടാണ് ആ പോപ്പുലേഷന്റെ മൊത്തം കണക്കാക്കുന്നത്. മനസ്സിലായോ? ഒരു പോപ്പുലേഷൻ സാമ്പിള്, അതിൽ നിന്ന് നമുക്ക് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാനായിട്ട് റിസർച്ചേഴ്സ് സർവേ മെത്തേഡ് ആണ് ഉപയോഗിക്കുന്നത്. 3 കാര്യങ്ങൾ ക്ലിയർ ആയോ? അവിടെ ക്ലിയർ ആയോ? ഒന്നാമത്തെ പോയിന്റിൽ എന്താ പറഞ്ഞേ? പോപ്പുലേഷന്റെ ആരോഗ്യത്തെ വിശദീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രധാന സവിശേഷതയാണ് ഹെൽത്ത് ഇൻഡിക്കേറ്റർ. റിസർച്ചേഴ്സ് ഇതൊരു സപ്പോർട്ടിംഗ് എവിഡൻസ് ആയി ഉപയോഗിക്കുന്നു. എങ്ങനെ? എന്തിന്? ഈ ഒരു പോപ്പുലേഷന്റെ ഹെൽത്തിനെ വിശദീകരിക്കാൻ റിസർച്ചേഴ്സ് സപ്പോർട്ടിംഗ് എവിഡൻസ് ആയിട്ട് ഉപയോഗിക്കുന്നു. ഇനി ഇത് റിസർച്ചേഴ്സ് എങ്ങനെയാണ് ഡേറ്റ കളക്ട് ചെയ്യുന്നത്? എന്തിലൂടെയാണ്? സർവേ മെത്തേഡിലൂടെ. ക്ലിയർ അല്ലേ 3 പോയിന്റ്? ഇനി നോക്കിയേ, അടുത്ത എന്താ പറഞ്ഞേക്കുന്നത്? ആൻഡ് about the population sample. Use statistics to generalize the information gathered to the total population and then use the statistical analysis to make a statement about the health of a population. എന്നിട്ട് അവർ എന്താ ഉപയോഗിക്കുന്നത്? യൂസ് സ്റ്റാറ്റിസ്റ്റിക്സ്. പഠിച്ചിട്ടില്ലേ സ്റ്റാറ്റി? എങ്ങനെയാ? നമ്മള് ഗ്രാഫിലൂടെ അല്ലെ, സ്റ്റാറ്റിയില്ലേ, ഗ്രാഫിലൂടെയൊക്കെ നമ്മൾ ഒരു പർട്ടിക്കുലർ പോപ്പുലേഷന്റെ ഇൻഫർമേഷൻസ്, ഗ്യാദർ ചെയ്ത ഇൻഫർമേഷൻസ് നമുക്ക് നമ്പറൊക്കെ ഇട്ട് എഴുതാതെ നമ്മള് ഗ്രാഫിലൂടെയാണ്. നിങ്ങൾ ചെയ്തിട്ടില്ലേ ഗ്രാഫ്? അല്ലെ? അപ്പൊ അതിനകത്ത് നമ്മൾ പല ടൈപ്പ് ഗ്രാഫുകൾ നമ്മൾ സ്റ്റാറ്റി പഠിച്ചിട്ടുണ്ട് അല്ലെ. ഇപ്പൊ നമ്മൾ ഒരു സ്കൂളിലേക്ക് എന്താ പറയാ, സ്കൂളിലെ കുട്ടികള് നമ്മൾ എടുക്കുകയാണ്. അതിൽ നടന്നു വരുന്നവർ എത്രേ, ബസ്സിന് വരുന്നവർ എത്രേ, എന്താ സൈക്കിളിന് വരുന്നവർ ഇത്രേ അല്ലെ, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ നമ്മള് അപ്പൊ ഗ്രാഫ് നോക്കിയാൽ അറിയാൻ പറ്റും. നേരെ നമ്മൾ ഗ്രാഫ് നോക്കാൻ നടന്നു വരുടെ എണ്ണം. അപ്പൊ ആ ഗ്രാഫിൽ നോക്കുമ്പോ 55% കുട്ടികള് അല്ലെ, ബസ്സിന് വരുന്നവര് 10% കുട്ടികള്, സ്കൂൾ വാനിൽ വരുന്നവര് 30% കുട്ടികൾ, അങ്ങനെയൊക്കെ നമുക്ക് നേരെ ആ ഗ്രാഫിൽ നിന്ന് മനസ്സിലാക്കാം അല്ലെ. അതല്ല സ്റ്റാറ്റി എന്ന് പറയുന്നത്. നമ്മള് കളക്ട് ചെയ്ത, ഈ റിസർച്ചേഴ്സ് കളക്ട് ചെയ്ത ഇൻഫർമേഷൻ എങ്ങനെയാണ് സ്റ്റാറ്റിസ്റ്റിക്സിലേക്ക് മാറ്റി ചെയ്യുന്നത്. നമ്പറായിട്ട് എണ്ണി എഴുതാതെ അത് യൂസ് സ്റ്റാറ്റിസ്റ്റിക്സ്. സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് അവിടെ ഉപയോഗിക്കുന്നത്. അത് പൈ ഡയഗ്രാം, ശരിയാണ്. പൈ ഡയഗ്രാം, ഗ്രാഫ് ഒക്കെ അതിനകത്ത് വരുന്നതാണ് അല്ലെ. പൈ ഡയഗ്രാം ഇങ്ങനെ വട്ടത്തിൽ വരയ്ക്കും അല്ലെ. വട്ടത്തിൽ വരച്ചിട്ട് നമ്മള് കുറെ ചെറിയ ക്ലാസ്സിലൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട് അല്ലെ. എന്നിട്ട് ഓരോന്നും ഇപ്പൊ മൊത്തം ഒരു സർക്കിൾ എന്ന് പറഞ്ഞാൽ 360 ഡിഗ്രി അല്ലേ വരണ്ടേ. അതിന്റെ ഇത്രയും ശതമാനം ഇത് ഉപയോഗിക്കുന്നവര്, ഇത്രയും ശതമാനം ഇങ്ങനെ വരുന്നവര് അല്ലെ. ഇപ്പൊ നമ്മളൊരു വീട്ടിലെ മൊത്തം വരുമാനം, ആനുവൽ ഇൻകം എടുക്കുകയാണെങ്കിൽ അച്ഛന്റെ ഇങ്ങനെയുള്ള വരുമാനം, അമ്മ പോയിട്ട് വന്ന വരുമാനം, അങ്ങനെയൊക്കെ പറഞ്ഞാൽ മൊത്തം നമ്മൾ അളക്കൂലേ. അങ്ങനെ എന്താ അവര് ആ ഡേറ്റ കളക്ട് ചെയ്തത് എന്തുപയോഗിച്ചിട്ടാണ്? സ്റ്റാറ്റി അല്ലെ. സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ആ ഇൻഫർമേഷൻ, അവർ കളക്ട് ചെയ്ത ഇൻഫർമേഷനെ നമുക്ക് ഗ്യാദർ ചെയ്ത ഇൻഫർമേഷൻ ജനറലൈസ് ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുന്നു? അത് സ്റ്റാറ്റിസ്റ്റിക്കൽ അനലൈസ് ചെയ്യുന്നു, അത് വിശകലനം ചെയ്യുന്നു. ടു മേക്ക് എ സ്റ്റേറ്റ്മെന്റ് എബൌട്ട്, എന്നിട്ട് അതിന് ഒരു സ്റ്റേറ്റ്മെന്റിലേക്ക് എത്തിച്ചേരും. എന്നിട്ട് നമുക്ക് എന്തറിയാൻ പറ്റും? ആ ആളുകളുടെ ഹെൽത്ത് എങ്ങനെയാണ് അല്ലെ. ഹെൽത്ത് നമുക്ക് അതേ രീതിയിൽ വിശദീകരിക്കാൻ പറ്റും. ഇനി നെക്സ്റ്റ് നോക്കിയേ, ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് ആർ ഓഫൺ യൂസ്ഡ് ബൈ ഗവൺമെന്റ്. ഇനി ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് ഗവൺമെന്റ് ഉപയോഗിക്കുന്നുണ്ട്. ഹെൽത്ത് ഇൻഡിക്കേറ്റർ ഇപ്പൊ റിസർച്ചേഴ്സിന്റെ കാര്യമല്ലേ പറഞ്ഞത്. ഇനി ഗവൺമെന്റ് ഉപയോഗിക്കുന്നുണ്ട്. എന്തിനാ? ടു ഗൈഡ് ഹെൽത്ത് പോളിസി, ഹെൽത്ത് കെയർ പോളിസി. എന്തിനു വേണ്ട? ഹെൽത്ത് കെയർ പോളിസി നയിക്കാൻ. ഹെൽത്ത് കെയർ പോളിസി നയിക്കാനോ or to make goals for improving health of the population അല്ലെ. ഒരു ജനസംഖ്യയുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനുള്ള ലക്ഷ്യങ്ങൾ ഉണ്ടാക്കാനോ ഹെൽത്ത് കെയർ പോളിസി നയിക്കാനോ ഗവൺമെന്റ് ഈ ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. അണ്ടർലൈൻ ചെയ്തിട്ട് അവിടെ
നാലാമത്തെ സെന്റൻസ് ആട്ടോ നമ്മൾ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് ആർ ഓഫൺ യൂസ്ഡ് ബൈ ഗവൺമെന്റ്. എന്തിനു വേണ്ടി ഉപയോഗിക്കണേ എന്ന് പറഞ്ഞേ? ഹെൽത്ത് കെയർ പോളിസി നയിക്കാൻ ആൻഡ് ടു മേക്ക് ദ ഗോൾസ് ഫോർ ഇംപ്രൂവിംഗ് ഹെൽത്ത് ഓഫ് ദ പോപ്പുലേഷൻ. അല്ലെ, ഒരു ജനസംഖ്യയുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനുള്ള ലക്ഷ്യങ്ങൾ ഉണ്ടാക്കാനോ ഗവൺമെന്റ് ഈ ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. ക്ലിയർ ആയോ? രണ്ട് കുഞ്ഞു സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ട് അവിടെ എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഗവൺമെന്റ് ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യണെന്നുള്ളത് ക്ലിയർ ആയോ? ഇനി അടുത്ത് ക്യാരക്ടറിസ്റ്റിക്സ് ആട്ടോ. എന്തൊക്കെയാണ് സവിശേഷതകൾ പറഞ്ഞേക്കുന്നത് ഒന്ന് നോക്കിയേ. എ ഹെൽത്ത് ഇൻഡിക്കേറ്റർ which will be used internationally to explain the goal. Global health must have the following characteristics. നോക്കി എന്താ പറഞ്ഞേക്കുന്നത്? അത് എങ്ങനെയായിരിക്കണം ഈ ഹെൽത്ത് ഇൻഡിക്കേറ്റർ? will be used internationally to explain global health. എങ്ങനെയായിരിക്കണം? ഒരു അന്താരാഷ്ട്ര തലത്തില് ഒരേപോലെ അളക്കാൻ പറ്റുന്നതായിരിക്കണം ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ്. ഇത് ഇപ്പൊ നമ്മുടെ ഒരു പർട്ടിക്കുലർ നമ്മൾ എന്താ പറയാ, ഒരു ഡിസ്ട്രിക്റ്റിൽ മാത്രം, അവിടെ മാത്രം മെഷർ ചെയ്യാൻ പറ്റുന്ന ഇൻഡിക്കേറ്റർ അങ്ങനെ പറ്റുമോ? ഒരു അല്ലെങ്കിൽ നമ്മൾ ഒരു സ്റ്റേറ്റിൽ മാത്രം അങ്ങനെ നമുക്ക് അല്ലെങ്കിൽ ഒരു ഡിസ്ട്രിക്റ്റിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന രീതിയിലായിരിക്കരുത് ഇൻഡിക്കേറ്റേഴ്സ്. അതെങ്ങനെയായിരുന്നു ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു അന്താരാഷ്ട്ര തലത്തില് ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്നതായിരിക്കണം. അങ്ങനെയുള്ള ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സിന് അല്ലെ, അതായത് മറ്റു സ്ഥലങ്ങളിലും അതേ ഇൻഡിക്കേറ്റർ തന്നെ ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ കാൽക്കുലേഷൻ നടത്താൻ പറ്റുകയുള്ളൂ. ഇപ്പൊ നമ്മള് ഈ എന്താ കോവിഡിന്റെ ഇത് പറഞ്ഞു. അപ്പൊ നമുക്കത് നമ്മുടെ ഒരു പർട്ടിക്കുലർ ഇതിൽ മാത്രം ബാധിക്കുന്നതാണോ? ഇപ്പൊ നമ്മുടെ കേരളത്തിൽ മാത്രം വന്ന ഒരു കാര്യമാണോ? അല്ലെങ്കിൽ നമ്മുടെ എറണാകുളം ഡിസ്ട്രിക്റ്റിൽ മാത്രം വന്ന ഒരു കാര്യമാണോ മൊത്തത്തില്? അപ്പൊ അതിന് നമ്മൾ അത് മെഷർ ചെയ്യണമെങ്കിൽ എങ്ങനെയായിരിക്കണം? അത് ഇന്റർനാഷണലി അന്താരാഷ്ട്ര തലത്തിൽ ഒരുപോലെ നമ്മൾ ഇവിടെ എങ്ങനെ മെഷർ ചെയ്യാം അവിടെയും അതുപോലെ മെഷർ ചെയ്യുന്ന രീതിയിലായിരിക്കണം. അന്താരാഷ്ട്ര തലത്തില് ഒരുപോലെ മെഷർ ചെയ്യാൻ പറ്റുന്ന ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സിന് ഇനി പറയുന്ന സവിശേഷതകളുണ്ട്. ഓക്കെ, health indicators must have the following characteristics. മനസ്സിലായില്ലേ? അന്താരാഷ്ട്ര തലത്തില് ഒരുപോലെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സിന് ഇനി പറയുന്ന ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നത് ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് കേട്ടോ. ആ 4 പോയിന്റും നോട്ട് ചെയ്ത് വെച്ചോട്ടോ. എന്തൊക്കെയാണ് ഒരു ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സിന്റെ ക്യാരക്ടർ? ഫസ്റ്റ് നോക്കിയേ, ഇറ്റ് മസ്റ്റ് ബി എക്സ്പ്ലെയിൻ ഇൻ സച്ച് എ വേ ദാറ്റ് ഇറ്റ് ക്യാൻ ബി ഗേജ്ഡ് യൂണിഫോംലി ഇന്റർനാഷണലി. എങ്ങനെയായിരിക്കണം? നമ്മൾ പറഞ്ഞ പോലെ എങ്ങനെയായിരിക്കണം? ഒരു അന്താരാഷ്ട്ര തലത്തില് ഒരുപോലെ അളക്കാൻ പറ്റുന്നതായിരിക്കണം. ഗേജ്ഡ് എന്ന് വെച്ചാൽ അളക്കുക, മെഷർ ചെയ്യുക എന്നുള്ള മീനിങ് ആട്ടോ ഗേജ്ഡ്. ഇതെങ്ങനെയായിരിക്കണം? ഒരു ഹെൽത്ത് ഇൻഡിക്കേറ്റർ എങ്ങനെയായിരിക്കണം? അന്താരാഷ്ട്ര തലത്തില് ഒരുപോലെ അളക്കാൻ പറ്റുന്നതായിരിക്കണം. ക്ലിയർ ആയോ ഫസ്റ്റ് പോയിന്റ്? ഒരു ഹെൽത്ത് ഇൻഡിക്കേറ്ററിന് എന്ത് സവിശേഷത വേണ്ടേ? അത് അന്താരാഷ്ട്ര തലത്തില് ഒരുപോലെ മെഷർ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. രണ്ടാമത്തെ പോയിന്റ്, ഇറ്റ് മസ്റ്റ് ഹാവ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ വാലിഡിറ്റി. എന്തുണ്ടായിരിക്കണം? ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ വാലിഡിറ്റി വേണം. എന്ന് വെച്ചാൽ എന്താ? സ്റ്റാറ്റിസ്റ്റിക്കൽ വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് വളരെ കൃത്യമായിരിക്കണം, അല്ലെ? ആക്യുറേറ്റ്, കൃത്യമായതും അതുപോലെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നതുമായിരിക്കണം. അതാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ വാലിഡിറ്റി എന്ന് പറയുന്നത്. വാലിഡിറ്റി വേണം. നിങ്ങളൊരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് തരുമ്പോൾ നിങ്ങൾ അത് വാലിഡിറ്റി ഉണ്ടോ നോക്കൂലേ? അല്ലെ? വാലിഡ് ആണോ, അത് വെറുതെ ഉള്ളതാണോ എന്നൊക്കെ നമ്മൾ നോക്കും, അല്ലേ? വാലിഡിറ്റി ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? അത് ഇതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഒരു ഹെൽത്ത് ഇൻഡിക്കേറ്റർ നമ്മൾ ഇങ്ങനെയൊക്കെ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ആക്കി നമ്മൾ ഇൻഫർമേഷൻ ഒക്കെ കളക്ട് ചെയ്തതാക്കി വെച്ചു. അതിന് എന്ത് വേണം? അത് കൃത്യമായിരിക്കണം. അതിന്റെ റിസൾട്ട് കൃത്യതയും വിശ്വസനീയവും ഒരുപോലെ നമുക്ക് അളക്കാൻ പറ്റുന്നതുമായിരിക്കണം. സെക്കൻഡ് പോയിന്റ് ക്ലിയർ ആയോ? ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ വാലിഡിറ്റി ഉണ്ടായിരിക്കണം. അതായത് ആ റിസൾട്ട് കൃത്യമായിരിക്കണം, അത് വിശ്വസിക്കാൻ പറ്റുന്നതായിരിക്കണം. അടുത്തത് മൂന്നാമത്തെ പോയിന്റ് എന്താണ്? ഇൻഡിക്കേറ്റർ മസ്റ്റ്
be data which can practically be collected in a reasonable amount of time. കണ്ടോ എങ്ങനെയായിരിക്കണം? ഇത് കുറെ നാളൊന്നും എടുക്കാൻ പറ്റില്ല. പർട്ടിക്കുലർ ടൈം പീരീഡ് ഉണ്ട്. ഒരു പർട്ടിക്കുലർ ടൈം പീരീഡ് അവിടെ പറയുന്നുണ്ട്. പ്രാക്ടിക്കലി ബി കളക്റ്റഡ് ഇൻ റീസണബിൾ എമൗണ്ട് ഓഫ് ടൈം. എന്താ ഒരു വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. ഉണ്ടോ എന്താ പറഞ്ഞേക്കുന്ന മൂന്നാമത്തിൽ എന്താ? നമുക്ക് വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം ആ ഇൻഡിക്കേറ്ററിന്റെ സ്വഭാവ സവിശേഷത. മൂന്നാമത്തെ പോയിന്റ് ക്ലിയർ ആയോ? വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം എന്ത് ആ ഇൻഡിക്കേറ്ററിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ഇനി ലാസ്റ്റ് പോയിന്റ് നോക്കിയേ. ദ അനാലിസിസ് ഓഫ് ദ ഡേറ്റ മസ്റ്റ് റിസൾട്ട് ഇൻ റെക്കമെൻഡേഷൻ ഓൺ വിച്ച് പീപ്പിൾ ക്യാൻ മേക്ക് ചേഞ്ചസ് ടു ഇംപ്രൂവ് ഹെൽത്ത്. എന്താ പറഞ്ഞേ? അപ്പൊ നമ്മൾ ഡേറ്റാസ് കളക്ട് ചെയ്തു. ഏതിലൂടെയായിരുന്നു? ഇതിലൂടെയാ കളക്ട് ചെയ്തേ? സർവേ മെത്തേഡിലൂടെ അല്ലെ? സർവേ മെത്തേഡിലൂടെ ഡേറ്റാസ് നമ്മൾ കളക്ട് ചെയ്തു. എന്നിട്ട് എന്താക്കി? അത് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് അല്ലെ സ്റ്റാറ്റിയാക്കി. സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിച്ചിട്ട് ഇൻഫർമേഷൻ കറക്റ്റ് ആയിട്ട് ഒരു വാലിഡ് ആയിട്ട് നമ്മൾ എല്ലാം റെഡിയാക്കി വെച്ചു. എന്നിട്ട് അതിന്റെ അനാലിസിസ്, അതിന്റെ വിശകലനം, ആ ഡേറ്റ നമ്മൾ അനലൈസ് ചെയ്ത് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം? ആ പോപ്പുലേഷന്റെ ആരോഗ്യത്തെ ഇംപ്രൂവ് ചെയ്യാൻ, മെച്ചപ്പെടുത്താനുള്ള ഒരു ശുപാർശയായി പരിഗണിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അതായത് എന്താ പറഞ്ഞേക്കുന്ന അവിടെ? നമ്മള് ആ ഡേറ്റാസ് അനലൈസ് ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ആ റിസൾട്ട് ഇല്ലേ, ആ റിസൾട്ട് അത് എന്തിന് പറ്റണം? people then we can make the changes to improvement. അപ്പൊ നമ്മൾ അത് റിസൾട്ട് നോക്കുകയാണ്. അപ്പൊ അവിടെ ഹെൽത്ത്, ആ പോപ്പുലേഷനിലെ ജനങ്ങളുടെ ഹെൽത്ത് മോശമാണ് എന്ന് കാണുകയാണെങ്കിൽ, അതാണ് നമ്മൾ അനലൈസ് ചെയ്തത് അല്ലെ? ആ ഡേറ്റ അനലൈസ് ചെയ്ത് കിട്ടിയപ്പോ നമുക്ക് എന്താ റിസൾട്ട് വന്നേ? ആ പോപ്പുലേഷനിലെ ആളുകളുടെ ഹെൽത്ത് ഇത്തിരി മോശമാണ്. അപ്പൊ എന്താണ് ചെയ്യണ്ടേ? അപ്പൊ നമുക്ക് ആ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനുള്ള മാറ്റങ്ങള് നമ്മൾ ചെയ്യണം അല്ലെ? അപ്പൊ കുറച്ചും കൂടിയും ആ ഡേറ്റ അനലൈസ് ചെയ്ത് കിട്ടുന്ന റിസൾട്ട് എന്ത് ചെയ്യണം? അത് എന്തിനുള്ള ഇതുണ്ടാവണം? ആ ആരോഗ്യത്തെ മെച്ചപ്പെടുത്താൻ പറ്റുന്ന മാറ്റങ്ങൾ വരുത്താൻ കഴിയണം. മനസ്സിലായോ? എന്തിലാണ്? ദ അനാലിസിസ് ഓഫ് ഡേറ്റ മസ്റ്റ് റിസൾട്ട് ഇൻ റെക്കമെൻഡേഷൻ, ഒരു ശുപാർശ on which the people can make changes to improve health. ആ ഡേറ്റ അനലൈസ് ചെയ്ത് കിട്ടുമ്പോഴുള്ള റിസൾട്ട് എന്ന് പറയുന്നത് ആ പോപ്പുലേഷനിലെ അവരുടെ ജനങ്ങളുടെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്താനുള്ള ഒരു ശുപാർശയായി പരിഗണിക്കണം. മനസ്സിലായില്ലേ? 14 ഇൻഡിക്കേറ്റേഴ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ഇൻക്ലൂഡ് ചെയ്യണത് ഏതെന്നോ അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതെന്നോ ചോദിച്ചാലും ഐഡന്റിഫൈ ചെയ്യാൻ പഠിക്കണം. ക്ലിയർ ആയോ? ഓക്കെ. ഇനി നെക്സ്റ്റ് നോക്കിയേ. used to measure the health status. എന്താ ഒരു ഹെൽത്ത് സ്റ്റാറ്റസ്? അതെന്താ നമ്മള് ഇൻഡിക്കേറ്റർ എന്തിനാ ഉപയോഗിക്കണേ? നമുക്ക് ഒരു ആ പർട്ടിക്കുലർ പോപ്പുലേഷനിലെ ജനങ്ങളുടെ ആരോഗ്യ നില അല്ലെ മെഷർ ചെയ്യാൻ, ഹെൽത്ത് സ്റ്റാറ്റസ് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻഡിക്കേറ്റേഴ്സ് ഏതെല്ലാം? ഓക്കെ, ഇൻഡിക്കേറ്റേഴ്സ് ഏതൊക്കെയാണെന്ന് ആ ഒരു പോപ്പുലേഷനിലെ ഹെൽത്ത് സ്റ്റാറ്റസ് മെഷർ ചെയ്യാൻ പറ്റുന്ന ഇൻഡിക്കേറ്റേഴ്സ് ഏതൊക്കെയാണ്? ഓക്കെ, ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്, സൂചകങ്ങൾ എന്ന് പറയുന്നത് സ്പെസിഫിക് മോർട്ടാലിറ്റി, ഒരു രോഗനിർദ്ദിഷ്ടമായ മരണനിരക്ക്. മോർട്ടാലിറ്റി എന്ന് പറഞ്ഞാൽ മരണനിരക്ക് കേട്ടോ, ഒന്ന് നോട്ട് ചെയ്തോടെ. മോർട്ടാലിറ്റി ഒരു പ്രത്യേക രോഗം വന്നുള്ള മരണനിരക്ക്, രോഗനിർദ്ദിഷ്ടമായ മരണനിരക്ക്, അത് നോക്കാം. നമുക്ക് അത് ഇൻഡിക്കേറ്റർ ആക്കാം. പിന്നെ അപ്പൊ നമുക്ക് അറിയാൻ പറ്റുമല്ലോ
അതൊരു നമ്മൾ മോർട്ടാലിറ്റി നമ്മൾ നോക്കുവാണ്, മരണനിരക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് ആ പോപ്പുലേഷനിൽ ഇപ്പൊ ഒരു 50% ആളുകൾ മരിച്ചു. അപ്പൊ അവിടെ നമ്മൾ ആരോഗ്യ ഹെൽത്തിന് ഡിസീസ് മൂലമാണ് അല്ലെ. നോക്കിയ ഡിസീസ് സ്പെസിഫിക് മോർട്ടാലിറ്റി ഒരു പോപ്പുലേഷനില് ഒരു 60% ആളുകള് ഡിസീസ് മൂലം മരിച്ചു, രോഗങ്ങൾ വന്ന് മരിച്ചു. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാക്കാം? അതിന്ന് എന്താ നമുക്ക് മനസ്സിലാവുന്നേ? അവിടുത്തെ ആരോഗ്യസ്ഥിതി നല്ലതാണോ? ആ പോപ്പുലേഷനിലെ ആരോഗ്യസ്ഥിതി, അവർക്ക് കുറെ രോഗങ്ങൾ കൂടുതൽ വരുന്നുണ്ട്, അവരുടെ ആരോഗ്യസ്ഥിതി മോശമാണെന്ന് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റൂലേ? അല്ലേ? അപ്പൊ ഒരു ഇൻഡിക്കേറ്റർ ആയിട്ട് എന്ത് ഉപയോഗിക്കാം? മോർട്ടാലിറ്റി, മരണനിരക്ക്. ക്ലിയർ ആവുന്നുണ്ടോ? പിന്നെ അടുത്ത നോക്കിയേ മോർബിഡിറ്റി. മോർബിഡിറ്റി എന്ന് വെച്ചാൽ രോഗാവസ്ഥ, അതും നമുക്ക് ഇൻഡിക്കേറ്റർ ആയിട്ട് ഉപയോഗിക്കാം. രോഗാവസ്ഥ, മോർബിഡിറ്റി. ഡിസബിലിറ്റി, എന്തെങ്കിലും വൈകല്യങ്ങള്, ഇതെല്ലാം നമുക്ക് ഇൻഡിക്കേറ്റർ ആയിട്ട് ഉപയോഗിക്കാം. പിന്നെ നോക്കിയേ ഡിറ്റർമിൻസ് ഓഫ് ഹെൽത്ത്. ഹെൽത്ത് ഡിറ്റർമിൻ ചെയ്യാം. ബയോളജിക്കൽ റിസ്ക് ഫാക്ടേഴ്സ് ആൻഡ് ഹെൽത്ത് ബിഹേവിയർ. ആരോഗ്യ സ്വഭാവ ഘടകങ്ങള്, ജൈവപരമായിട്ടുള്ള ഘടകങ്ങള്, ഇതൊക്കെ നമ്മുടെ ആ ഹെൽത്തിനെ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. ആൻഡ് ഹെൽത്ത് സിസ്റ്റം. ഓക്കെ, ഹെൽത്ത് സിസ്റ്റം എങ്ങനെയാ? സർജിക്കൽ പ്രൊസീജിയറുകള്, മരുന്നുകള്, മെഡിക്കേഷൻ യൂസ്, ഉപയോഗിക്കുന്ന മരുന്നുകള്, യൂസ് ഓഫ് ഹെൽത്ത് സർവീസ്, ഇതെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ടാണ് ആ ഒരു പോപ്പുലേഷന്റെ ആരോഗ്യത്തിന്റെ സ്റ്റാറ്റസ് നമ്മൾ മെഷർ ചെയ്യുന്നത്. മനസ്സിലായോ? ഇതെല്ലാം നമുക്ക് ഇപ്പൊ ഈ പറഞ്ഞേക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് എന്തായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം? ഒരു ഇൻഡിക്കേറ്റർ ആയിട്ട് കൺസിഡർ ചെയ്യാം, ഉപയോഗിക്കാം. അത് ഇൻഡിക്കേറ്ററിന്റെ ഉള്ളിൽ വരുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞേക്കുന്നത്. ഒരു ഇൻഡിക്കേറ്റേഴ്സിന്റെ ഉള്ളിൽ വരുന്ന കാര്യങ്ങളാണ് ഈ ബോക്സിൽ പറഞ്ഞേക്കുന്നത്, ആ ഒരു പാരഗ്രാഫിൽ പറഞ്ഞേക്കുന്നത്. ഇതെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട് ആ ഒരു പോപ്പുലേഷന്റെ ആരോഗ്യത്തിന്റെ സ്റ്റാറ്റസ് നമ്മൾ മെഷർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തതാണ് ഡെത്ത് റേറ്റ് എന്ന് പറയുന്നത്. ഡെത്ത് റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഡെത്ത് റേറ്റ് എന്താണ്? ഡെത്ത് റേറ്റ്? മരണനിരക്ക്. ഓക്കെ, ശരി. മരണനിരക്ക് കണ്ടോ? ഡെത്ത് റേറ്റ്, മരണനിരക്ക്, അതിന് പറയുന്ന മറ്റൊരു പേരാണ് മോർട്ടാലിറ്റി റേറ്റ്. എല്ലാ എക്സാമിന് തന്നെ ചോദിക്കാറുണ്ട് കേട്ടോ. ഡെത്ത് റേറ്റ് ഈസ് ഓൾസോ നോൺ ആസ് മോർട്ടാലിറ്റി റേറ്റ്. അപ്പൊ മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറഞ്ഞാലും ഡെത്ത് റേറ്റ് എന്ന് പറഞ്ഞാലും സെയിം ആണ്, മറ്റു പേരുകളാണ് കേട്ടോ. ഡെത്ത് റേറ്റിന് അറിയപ്പെടുന്ന മറ്റു പേരാണ് മോർട്ടാലിറ്റി റേറ്റ്. Death rate is also known as dash. എന്തെന്ന് പറയാം? മോർട്ടാലിറ്റി റേറ്റ്, മോർബിഡിറ്റി റേറ്റ്, ഡിസബിലിറ്റി റേറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓപ്ഷൻസ് ആയിട്ട് തരാം. എന്തെന്ന് അറിയപ്പെടുന്നത്? മോർട്ടാലിറ്റി റേറ്റ് എന്നാണ് പറയുന്നത്. മോർട്ടാലിറ്റി റേറ്റ് ഓർ ഡെത്ത് റേറ്റ് ഈസ് എ സ്കെയിൽ ഓഫ് നമ്പർ ഓഫ് ഡെത്ത്സ്. ബ്രാക്കറ്റിൽ നോക്കി എങ്ങനെയാ? ഇൻ ജനറൽ ഓർ ഓണിംഗ് ടു സ്പെസിഫിക് കോസ്. എങ്ങനെയുള്ള മരണം? സാധാരണയായിട്ട് അല്ലെങ്കിൽ പ്രത്യേക കാരണം മൂലം. ഇങ്ങനെയാ? സാധാരണ മരിക്കുന്നതാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും രോഗമോ അല്ലെങ്കിൽ പ്രത്യേക കാരണമോ മൂലം മരിക്കുന്ന നമ്പർ ഓഫ് ഡെത്ത് ഇൻ എ പർട്ടിക്കുലർ പോപ്പുലേഷൻ. ഒരു പ്രത്യേക ജനസംഖ്യയില് മെഷർ ടു ദ സൈസ് ഓഫ് ദാറ്റ് പോപ്പുലേഷൻ. ആ ഒരു പോപ്പുലേഷന്റെ വലിപ്പത്തെ അടിസ്ഥാനമാക്കി per unit of time. അപ്പൊ എന്താ പറഞ്ഞേക്കുന്നത്? എന്താണ് നമ്മള് മോർട്ടാലിറ്റി റേറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ്? ഒരു പോപ്പുലേഷനില്, അത് ആദ്യം നമ്മൾ ആ ടൈമിന്റെ വളരെ ഇമ്പോർട്ടന്റ് കേട്ടോ. ഒരു സമയം അവിടെ പറയുന്നത് ഇത്ര ടൈമിലല്ല. അത് നമ്മളൊരു എന്താ പറയാ, നമുക്ക് ഇഷ്ടമുള്ളതൊന്നും എടുക്കാൻ പറ്റൂല. ഒരു പർട്ടിക്കുലർ ടൈമില്, ഒരു പ്രത്യേക പർട്ടിക്കുലർ ടൈമില് ആ പോപ്പുലേഷന്റെ വലിപ്പത്തെ അടിസ്ഥാനമാക്കി ആ പോപ്പുലേഷനിൽ സംഭവിച്ച നമ്പർ ഓഫ് ഡെത്ത്, അതിന്റെ സ്കെയിലാണ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കുന്നത്? ടൈം വേണം,
ടൈം നോക്കും, സൈസ് പോപ്പുലേഷന്റെ വലിപ്പം നോക്കും, ആ ഒരു പോപ്പുലേഷന്റെ വലിപ്പത്തെ അടിസ്ഥാനമാക്കി ഡെത്ത് റേറ്റ് ഇൻ 2024. ഓക്കെ, ശരി. അപ്പൊ നോക്കിയേ, അപ്പൊ ആ 2024 ഡെത്ത് റേറ്റ് അല്ലെ, അപ്പൊ അത് ആ ടൈം പറഞ്ഞിട്ടുണ്ട്, ഏതാ 2024 അല്ലെ, ആ ഇയർ അവിടെ പറഞ്ഞിട്ട് ഏത് വർഷമാണുള്ളത്. അപ്പൊ നോക്കുക, ആ ടൈം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു പ്രത്യേക ടൈമില് ആ പോപ്പുലേഷന്റെ വലിപ്പത്തെ അടിസ്ഥാനമാക്കി പർട്ടിക്കുലർ പോപ്പുലേഷനിലുണ്ടായ ആകെ, അത് ജനറൽ ആയിട്ട് മരിച്ചതാവാം, പ്രത്യേക രോഗം മൂലം മരിച്ചതുമായിട്ടുള്ള ആകെ നമ്പർ ഓഫ് ഡെത്ത്, അതിന്റെ സ്കെയിലാണ് എന്തെന്ന് പറയുന്നത്, മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് ആ സെന്റൻസ്. ഇനി the term mortality indicates the total deaths that happen, especially on a large scale, such as in a particular population or geographic area. ഒരു പ്രത്യേക പോപ്പുലേഷനിലോ അല്ലെങ്കിൽ ഒരു ഭൂമിശാസ്ത്ര പ്രദേശത്ത് നടന്നിട്ടുള്ള വലിയ തോതിൽ ഉണ്ടായിട്ടുള്ള ഡെത്തിന്റെ ടോട്ടൽ നമ്പർ ആണ് മോർട്ടാലിറ്റി എന്നത് സൂചിപ്പിക്കുന്നത്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് വയനാട് ദുരന്തമൊക്കെ പറ്റിയില്ലേ, വയനാട് ദുരന്തം ഉണ്ടായില്ലേ, ഒരു പ്രത്യേക ജിയോഗ്രാഫിക് ഏരിയയിൽ സംഭവിച്ചിട്ടുള്ള ഒരു വലിയ തോതില് അല്ലെ, ഒന്നോ രണ്ടോ ആളുകളല്ലല്ലോ മരിച്ചത്, അതായത് ഒരു പർട്ടിക്കുലർ ജിയോഗ്രാഫിക് ഏരിയയില് അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ പോപ്പുലേഷനില് ഉണ്ടായിട്ടുള്ള വലിയ തോതിലുള്ള ഡെത്ത്, അതാണ് എന്തെന്ന് പറയുന്നത്, മോർട്ടാലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അണ്ടർലൈൻ ചെയ്തോട്ടോ, ഇത് മോർട്ടാലിറ്റിയുടെ പല പല മീനിങ് ആയിട്ട് പറഞ്ഞേക്കുന്നതാണ് ഇത്. It is normally represented in the form of mortality rate. അപ്പൊ മോർട്ടാലിറ്റി ഇതിനകത്ത് റെപ്രസെന്റ് ചെയ്യുന്നത് മോർട്ടാലിറ്റി റേറ്റ് ആക്കിയാണ്. അത് ഇത്ര ശതമാനം എന്നുള്ള രീതിയിൽ റേറ്റിലാണ് അത് എക്സ്പ്രസ് ചെയ്യുന്നത്, റെപ്രസെന്റ് ചെയ്യുന്നത്. ഒന്ന് അണ്ടർലൈൻ ചെയ്യുന്നു. Mortality rate, mortality is normally represented in the form of mortality rate. As per the mortality rate definition, in mortality rate definition അനുസരിച്ച് എന്താ പറഞ്ഞേക്കുന്നത്, an index of the number of death each year or a specific time interval in a specified population is called mortality rate. ഇത് തന്നെ എന്താ പറഞ്ഞേക്കുന്നത്, മോർട്ടാലിറ്റി ഡെഫിനിഷൻ അനുസരിച്ച് ഓരോ വർഷവും അല്ലെ, ഈച്ച് ഇയർ ഓരോ വർഷവും അല്ലെങ്കിൽ സ്പെസിഫിക് ടൈം പറയും, ഒരു പ്രത്യേക ടൈമില് ഉണ്ടായിട്ടുള്ള മരണസംഖ്യ, അതാണ് അത് ഒരു പർട്ടിക്കുലർ ടൈം ഇന്റർവെല് പറഞ്ഞിട്ടുണ്ട് അവിടെ, കണ്ടോ, particular time index of a number of death each year or specific time interval in specific ഒരു പ്രത്യേക പോപ്പുലേഷൻ, കണ്ടോ, സ്പെസിഫൈഡ് പോപ്പുലേഷൻ, അതിനെയാണ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അത് എല്ലാവരും മോർട്ടാലിറ്റിയിൽ തന്നെ പല പല രീതിയിൽ ഡെഫിനിഷൻ കൊടുത്തതാട്ടോ. അപ്പൊ എന്തായാലും ഏകദേശം നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ആ ഡെഫിനിഷൻ തന്നിട്ട് ഏതാന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമല്ലോ അല്ലെ. മോർട്ടാലിറ്റി മരണനിരക്ക് തന്നെയാ പറയുന്നത്, പ്രത്യേക ടൈം പീരീഡില് പ്രത്യേക പോപ്പുലേഷനിൽ സംഭവിച്ചിട്ടുള്ള ആകെ മരണങ്ങള്, അതാണ് മോർട്ടാലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് നോർമലി എക്സ്പ്രസ്ഡ് ഇൻ പോപ്പുലേഷൻ യൂണിറ്റ്. അത് എങ്ങനെയാ മോർട്ടാലിറ്റി റേറ്റ് എക്സ്പ്രസ് ചെയ്യുന്നത്, എങ്ങനെയാ മോർട്ടാലിറ്റി നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാ, മോർട്ടാലിറ്റി റേറ്റില് പറഞ്ഞില്ലേ, മോർട്ടാലിറ്റി റെപ്രസെന്റ് ചെയ്യുന്നത് മോർട്ടാലിറ്റി റേറ്റില്. ഇനി മോർട്ടാലിറ്റി റേറ്റ് എങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നത്, ഇനി പോപ്പുലേഷൻ യൂണിറ്റ്. പോപ്പുലേഷൻ യൂണിറ്റ് എന്ന് വെച്ചാൽ എന്താ, മൊത്തം പോപ്പുലേഷൻ അല്ല, ഒരുപാട് ജനങ്ങൾ അവിടെ ഉണ്ട്, അങ്ങനെ അതനുസരിച്ചല്ല എടുക്കുന്നത്. ഒരു എന്താ പറയാ, ഒരു 1000 ആളുകളിൽ എത്ര പേര് മരിച്ചു, 1000 ആളുകളിൽ എത്ര പേര് മരിച്ചു, എന്നിട്ട് അത് വെച്ചിട്ടാണ് നമ്മൾ മൊത്തത്തിന്റെ കൺസിഡർ ചെയ്യുന്നത്. മനസ്സിലാവണല്ലോ നിങ്ങൾക്ക്? അതായത് മൊത്തത്തിൽ നമ്മൾ ഒരുമിച്ചെടുക്കല്ല, ആ സാമ്പിളിൽ നിന്ന് അല്ലെങ്കിൽ ഒരു പോപ്പുലേഷൻ യൂണിറ്റ്, അതായത് പർട്ടിക്കുലർ ഇപ്പൊ 1000 പേരില് എത്ര പേർക്ക് ഇങ്ങനെയുള്ള ഒരു ഇത് മരണം സംഭവിച്ചു, എത്ര, എന്നിട്ട് അതിനെ വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതും കൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. മോർട്ടാലിറ്റി റേറ്റ് എക്സ്പ്രസ്ഡ് ഇൻ പോപ്പുലേഷൻ യൂണിറ്റ് ലൈക്ക് ഡെത്ത് പെർ എന്ന് വെച്ചാൽ എന്താ പറഞ്ഞേക്കുന്നത് നോക്കിയേ, ലൈക്ക് ഇതുപോലെ ഡെത്ത് പെർ 1000 പീപ്പിൾ ഫോർ എ റീപോർട്ട് പീരീഡ് ഓർ എ സ്പെസിഫിക് ടൈം ഫ്രെയിം. അതായത് എങ്ങനെ പറയുന്നത്, 1000 ആളുകളില് എത്ര മരണം സംഭവിച്ചു, അതാണ് പോപ്പുലേഷൻ യൂണിറ്റ് എന്ന് പറയുന്നത് കേട്ടോ. 1000 ആളുകളില് എത്ര പേര് മരിച്ചു,
അതന്നെ 1000 എത്ര പേര് മരിച്ചു അതാണ്. അല്ലാതെ മൊത്തം ഇപ്പൊ അവിടെ ഒരു 2 ലക്ഷം ജനങ്ങളുണ്ട് ആ ഒരു ഇത് അങ്ങനെ 2 ലക്ഷം പേരിൽ എടുക്കല്ല ചെയ്യുന്നത്. അതിൽ നിന്ന് 1000 പേരില് നമ്മൾ നോക്കുക എത്ര പേര്, അതിനനുസരിച്ച് ബാക്കിയുള്ളത് മെഷർ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ കുറച്ച് ഫോർമുലാസ് വരുന്നുണ്ട്. ഈ ചാപ്റ്ററിൽ ഫോർമുലാസ് ഇമ്പോർട്ടന്റ് ആട്ടോ. നമ്മള് ഇതിന് എക്സാമിന് നമുക്ക് ചോദിക്കാറുണ്ട്. ഇതിന് ഏതെങ്കിലും ഫോർമുലാസ് നമ്മൾ എഴുതാനായിട്ട് കേട്ടോ. ഫോർമുല എഴുതല്ല, അതിനകത്ത് ഇപ്പൊ മോർട്ടാലിറ്റി റേറ്റ് ഈക്വൽ എന്ന് പറഞ്ഞാൽ ആ ഫോർമുല തെറ്റിച്ച് തരാം. ചിലപ്പോൾ ഈ ഡിവൈഡ് എന്നുള്ളടത്ത് ചിലപ്പോൾ ഇൻറ്റു തരാം, ന്യൂമറേറ്റർ എടുത്ത് ഡിനോമിനേറ്ററിൽ വരാം, അങ്ങനെയൊക്കെ തിരിച്ചു മറിച്ചൊക്കെ ചോദിക്കാം. ഫോർമുലാസ് അവിടെ ഉണ്ടാവും, അതിലെ കറക്റ്റ് ഫോർമുല ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യണം, ടിക്ക് ഇടണം. നോക്കിയേ, the mortality rate formula used for the calculation according to the available statistics is. mortality rate എങ്ങനെയാ നമ്മൾ പറഞ്ഞത്? നമ്മള് according to available, നമുക്ക് ലഭ്യമായിട്ടുള്ള സ്ഥിതി വിവര കണക്കുകൾ അനുസരിച്ച്, അല്ലെ, ലഭ്യമായിട്ടുള്ള സ്ഥിതി വിവര കണക്കുകൾ അനുസരിച്ച് നമുക്കൊരു കണക്ക് കൂട്ടുന്നതിനായി കാൽക്കുലേഷന് വേണ്ടിയിട്ട് മോർട്ടാലിറ്റി റേറ്റ് ഫോർമുല ഉപയോഗിക്കാം. അപ്പൊ ഈ ഫോർമുല വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കണം കേട്ടോ. ഫോർമുല നോക്കിയ ഫസ്റ്റ് ഫോർമുലയാണ് മോർട്ടാലിറ്റി റേറ്റ് ഈക്വൽ. എങ്ങനെയാണ് നോക്കിയ നമ്പർ ഓഫ് ഡെത്ത്. അപ്പൊ മുകളിൽ എന്താ നമ്പർ ഓഫ് ഡെത്ത്, അതെങ്ങനെയാ ഒരു ഗിവൺ ഇയറില് ഒരു ഗിവൺ ടൈം പീരീഡിൽ സംഭവിച്ച ആകെ മരണങ്ങളുടെ എണ്ണം. അതിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? ഡിവൈഡഡ് ബൈ ടോട്ടൽ പോപ്പുലേഷൻ. മൊത്തം അവിടെ ജനങ്ങൾ എത്രയുണ്ട് എന്നുള്ളത് കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഇൻറ്റു എത്ര പേരിലാണ് നമ്മൾ കാണുന്ന പോപ്പുലേഷൻ യൂണിറ്റ് അല്ലേ, അതുകൊണ്ട് എന്തുകൊണ്ട് നമ്മൾ ഇൻറ്റു ചെയ്യണം? ഇൻറ്റു 1000. 1000 പേരിലാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്, അതുകൊണ്ട് ഇൻറ്റു 1000 ചെയ്യും. ഹോൾ ഡിവൈഡഡ് ബൈ 365. എന്തുകൊണ്ടാ? പെർ ഡേയില് കാണാൻ 365 ദിവസം അല്ലേ, അതുകൊണ്ട് നമ്മൾ ഹോൾ ഡിവൈഡഡ് ബൈ ഡേയ്സ് കാണാം കേട്ടോ. പെർ ഡേയില് കാണാനുള്ളത് കൊണ്ട് 365 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇതാണ് മോർട്ടാലിറ്റി റേറ്റ് കാണാനുള്ള ഫോർമുല എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? മോർട്ടാലിറ്റി റേറ്റിന്റെ ഫോർമുല എങ്ങനെയാ? നമ്പർ ഓഫ് ഡെത്ത് ഡിവൈഡഡ് ബൈ ടോട്ടൽ പോപ്പുലേഷൻ ഇൻറ്റു 1000 പേരായതുകൊണ്ട് ഇൻറ്റു 1000, ഇനിയും ഒരു പെർ ഡേയുടെ ആയതുകൊണ്ട് ഹോൾ ഡിവൈഡഡ് ബൈ 365. ഇത് ജനറൽ ആയിട്ട് മോർട്ടാലിറ്റി റേറ്റ് കാണാനുള്ള ഫോർമുലയാണ്. മനസ്സിലായോ? ഇനി ഹോസ്പിറ്റലിൽ നോക്കിയേ, ഒരു ചെറിയ വ്യത്യാസമൊക്കെ ഉള്ളൂ കേട്ടോ. ഹോസ്പിറ്റലില് നമുക്ക് 3 ഫോർമുലയായിട്ട് പഠിക്കാനുണ്ട്. ഗ്രോസ് മോർട്ടാലിറ്റി റേറ്റ്, നെറ്റ് മോർട്ടാലിറ്റി റേറ്റ്, ICU സ്പെസിഫിക് മോർട്ടാലിറ്റി റേറ്റ്. മനസ്സിലായോ? ഹോസ്പിറ്റലിലെ മോർട്ടാലിറ്റി റേറ്റ് 3 രീതിയിലാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. ഫസ്റ്റ് നോക്കിയേ, ഗ്രോസ് മോർട്ടാലിറ്റി റേറ്റ്, മൊത്തം മരണനിരക്ക്. എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? നോക്കിയേ, ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് ഹാപ്പൻഡ് ഇൻ ദ ഹോസ്പിറ്റൽ ഇൻ എ പീരിയഡ് ഡിവൈഡഡ് ബൈ. അപ്പൊ ആ ഒരു പീരീഡില് ഹോസ്പിറ്റലില് സംഭവിച്ചിട്ടുള്ള മൊത്തം മരണങ്ങളുടെ എണ്ണം, അതിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത്സ് ആൻഡ് ഡിസ്ചാർജ്. ഡെത്ത് ആൻഡ് ഡിസ്ചാർജ് എന്നും കൂടി ഉണ്ട് കേട്ടോ അവിടെ. ഡെത്ത് ഡിസ്ചാർജസ് എന്നാണ്. ഡെത്ത് ആൻഡ് ഡിസ്ചാർജ് ഡ്യൂറിംഗ് ദാറ്റ് പീരിയഡ് എന്ന് വെച്ചാൽ എന്താ? ഡെത്ത് ആൻഡ് ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ അവിടെ ഡിസ്ചാർജ് ആവൂലേ? ഡിസ്ചാർജ് ആയിട്ടുള്ളവർക്കും അവിടെ മരണം സംഭവിച്ചിട്ടുള്ളവർക്കുടെ ടോട്ടൽ നമ്പർ. ഇപ്പൊ നമുക്ക് എന്താ എന്താ മരണം സംഭവിക്കുമ്പോഴും അവിടെ നിന്ന് ഡിസ്ചാർജ് ആവാം അല്ലെ? മൊത്തത്തില് ഡെത്തുകളുടെയും ഡിസ്ചാർജുകളുടെയും ആകെ എണ്ണം. മനസ്സിലായോ? ഡെത്ത് ആൻഡ് ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ അവിടത്തെ ഡെത്തുകളുടെയും ഡിസ്ചാർജുകളുടെയും ആകെ എണ്ണം ഡ്യൂറിംഗ് ദാറ്റ് പീരീഡ്, ആ പീരീഡിൽ സംഭവിച്ച കേട്ടോ. ഇൻറ്റു എന്ത് ചെയ്യണം? മൊത്തം ഇൻറ്റു 100. സോറി, അത് റേറ്റ് ആയതുകൊണ്ട് അവിടെ 100 ചെയ്യണം. അപ്പോൾ ഫോർമുല നിങ്ങൾ പഠിച്ചിട്ടില്ലേ? റേറ്റ് ആയതുകൊണ്ട് ഇൻറ്റു 100 ചെയ്യണം. അതിനകത്ത് നോക്കിയേ, ഓൾ ദ ഡെത്ത്, എല്ലാ ഡെത്ത് എന്ന് പറഞ്ഞാൽ എന്താ? That include death in emergency and ICU. എമർജൻസിയിലും ICUയിലും സംഭവിച്ചിട്ടുള്ള മൊത്തം മരണം രണ്ടും കൂടി ഉൾപ്പെട്ട കേട്ടോ. എമർജൻസി ഡിപ്പാർട്ട്മെന്റില് ദെൻ ICUയില് ഒക്കെ മരിച്ചിട്ടുള്ള മൊത്തം മരണങ്ങൾ, അത് ഓൾ ദ ഡെത്ത് എന്ന് വരും. മസ്റ്റ് ബി കൗണ്ടഡ്, അത് എല്ലാ ഡെത്ത് എന്നുള്ളതിൽ അത് കൗണ്ട് ചെയ്യും. അത് ന്യൂമറേറ്ററിലാണ് അല്ലെ? ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ അറിയാലോ അല്ലെ? മുകളിലുള്ളതാണ് ഫ്രാക്ഷൻ നമ്മൾ പഠിച്ചിട്ടില്ലേ? മുകളിലുള്ളത് ന്യൂമറേറ്റർ, താഴെയുള്ളതാണ് ഡിനോമിനേറ്റർ. 3/5 എത്രയാ? ന്യൂമറേറ്റർ എത്രയാ? 3/5. ന്യൂമറേറ്റർ എത്രയാ? മുകളിൽ കിടക്കുന്ന സംഖ്യ എത്രയാ?
3 divided by 5 എന്ന് പറയുമ്പോ 3, വെരി ഗുഡ് 3 അല്ലെ. താഴെയുള്ളത് ഡിനോമിനേറ്റർ ആണ് 5, മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞ കേട്ടോ. അപ്പൊ എല്ലാ ഡെത്തുകളും അതാണ് ന്യൂമറേറ്ററിൽ വരുന്നത്. അത് എമർജൻസിയിൽ സംഭവിക്കുന്നതാവാം, ICയിൽ സംഭവിക്കുന്നതാവാം. ഇൻ ഡിനോമിനേറ്ററിൽ എന്താ പറഞ്ഞേക്കുന്നത്? all the type of discharges must be taken into account. Okay, എല്ലാ ഡിസ്ചാർജുകളും നമ്മള് ഡിസ്ചാർജസ് ആൻഡ് ഡെത്ത് ആൻഡ് ഡിസ്ചാർജസ് നമുക്ക് ഡിനോമിനേറ്ററിൽ വരും. അപ്പൊ ആ ഫോർമുല അണ്ടർലൈൻ ചെയ്തിട്ടോ ഗ്രോസ് മോർട്ടാലിറ്റി റേറ്റിന്റെ. ക്ലിയർ അല്ലേ? നീ പറയണ്ടല്ലോ. ഓക്കെ, ഡെത്തുകളുടെയും ഡിസ്ചാർജുകളുടെയും ആകെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്തു, റേറ്റ് ആയതുകൊണ്ട് ഇൻറ്റു 100 ചെയ്തു. അതൊരു ബോക്സിലാക്കിയിട്ടോ അല്ലെങ്കിൽ നമ്മൾ അണ്ടർലൈൻ ചെയ്തിടുകയോ ചെയ്യുക. ഇനി രണ്ടാമത്തെ ഓക്കെ ആണോ? മെസ്സേജ് കണ്ടില്ലല്ലോ, സംഭവം ഞാൻ കണ്ടില്ല. ഓക്കെ ആണോ? ഫോർമുല ഉണ്ടാവും കേട്ടോ. ഫോർമുല അവിടെ ഓപ്ഷനിലുണ്ട്. അപ്പൊ നിങ്ങൾ ചിലപ്പോ അവരെ തെറ്റിക്കാൻ വേണ്ടി എന്ത് ചെയ്യും? ന്യൂമറേറ്റർ തിരിച്ചിടും. ഓക്കെ, ഇനി ഡിവൈഡ് എന്നുള്ളത് വേണമെങ്കിൽ ഇൻറ്റു ഇടും. ഹോസ്പിറ്റലിന്റെ മാത്രം കേട്ടോ, ഹോസ്പിറ്റൽ എന്നാ പറഞ്ഞേക്കുന്നത്. ഇനി നോക്കി, അതാണ് പ്രത്യേകിച്ച്. മറ്റേ ആദ്യത്തെ നമ്മൾ ജനറൽ ആയിട്ടാ പറഞ്ഞത്, ഇതിന് ഹോസ്പിറ്റലിലെ മാത്രം ആണ് രണ്ടാമത് പറഞ്ഞത്. ഇനി നോക്കിയേ നെറ്റ് മോർട്ടാലിറ്റി റേറ്റ് നോക്കിയേ. ദ ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് ദാറ്റ് ഒക്കർ ആഫ്റ്റർ 48 hours ഓഫ് അഡ്മിഷൻ ഓഫ് ദ പേഷ്യന്റ്. അതായത് പേഷ്യന്റ് അഡ്മിഷൻ എടുക്കൂലേ, അഡ്മിറ്റ് ആയതിനു ശേഷം 48 മണിക്കൂർ അഡ്മിറ്റ് ആയതിനു ശേഷം 48 മണിക്കൂർ വരെ സംഭവിക്കുന്ന മരണങ്ങള്, അത് നമ്മള് ന്യൂമറേറ്ററിൽ വരും. നെറ്റ് മോർട്ടാലിറ്റി ആട്ടോ. അതായത് എന്താ ഇവിടെ ഉദ്ദേശിക്കുന്നത്? ആ ടൈം എപ്പോഴാ പറഞ്ഞേക്കുന്നത്? പർട്ടിക്കുലർ ടൈം പീരീഡ് എത്രയാ? നമ്മള് പേഷ്യന്റ് അഡ്മിറ്റ് ആയിട്ട് 48 മണിക്കൂറിന് ശേഷം, ആഫ്റ്റർ അല്ലെ, 48 മണിക്കൂറിന് ശേഷം സംഭവിക്കുന്ന മരണങ്ങള് ഡിവൈഡഡ് ബൈ എന്താണ്? മറ്റേത് സെയിം തന്നെയാണ്, ഡിനോമിനേറ്റർ ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് ആൻഡ് ഡിസ്ചാർജസ് ഡ്യൂറിംഗ് ദാറ്റ് പീരിയഡ് ഇൻറ്റു 100. ഇനി ഇവിടെ നോക്കി ഒരു കാര്യം കൂടി അവിടെ പറയുന്നുണ്ട്. എന്താണ് നോക്കി? ഇപ്പൊ നമ്മൾ ഒരു ഓപ്ഷൻ എന്താ പറഞ്ഞത്? ഏതാണ് ന്യൂമറേറ്ററിൽ വരുന്നത്? ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് ദാറ്റ് ഒക്കർ ആഫ്റ്റർ 48 hours ഓഫ് അഡ്മിഷൻ അല്ലെ. അഡ്മിഷൻ, ഒരു പേഷ്യന്റ് അഡ്മിഷൻ ആയി 48 മണിക്കൂറിന് ശേഷം വരുന്ന മരണങ്ങളുടെ എണ്ണം. ഇനി അതുപോലെ തന്നെ നോക്കിയേ, എന്താണ് മാം? അപ്പൊ 4 days കഴിഞ്ഞു ആയിരിക്കുമോ? 48 മണിക്കൂറിന് ശേഷം കേട്ടോ. അതായത് 24 hours പറഞ്ഞ് 2 ദിവസമല്ലേ വന്നേ. ഓക്കെ, ഇനി നോക്കിയേ, ഇനി അടുത്ത് നോക്കിയേ, ന്യൂമറേറ്റർ ഒരു കാര്യം കൂടി അവിടെ കൺസിഡർ ചെയ്യണം. നോട്ട് എന്ന് പറഞ്ഞ താഴെ കിടകളാണല്ലോ. എന്താ? ഡെത്ത് ഒക്യൂറിംഗ് വിത്തിൻ 48 hours ഓഫ് ഡിസ്ചാർജ്. ഇനി ആ വ്യക്തി ഡിസ്ചാർജ് ആയി പോയി, ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി പോയി. അപ്പൊ അതിന്റെ ഉള്ളിൽ ആ ഡിസ്ചാർജ് ആയി പോയിട്ട് 48 മണിക്കൂറിനുള്ളിൽ വിത്തിൻ 48 hours കണ്ടോ, 48 മണിക്കൂറിനുള്ളിൽ മരണം സംഭവിക്കുകയാണെങ്കിൽ അതും നമുക്ക് എന്തില്? ന്യൂമറേറ്ററിൽ ഉൾപ്പെടുത്താം. മസ്റ്റ് ഓൾസോ ബി റെക്കൻഡ്. റെക്കൻഡ് എന്ന് വെച്ചാൽ കണക്കാക്കാന്നുള്ള മീറ്റ് കേട്ടോ. റെക്കൻഡ് എന്ന് പറഞ്ഞാൽ റെക്കൻഡ് കണക്കാക്കാം, നമുക്ക് ന്യൂമറേറ്ററിൽ കണക്കാക്കാം. നെറ്റ് മോർട്ടാലിറ്റി 2 ഓപ്ഷൻ അവര് പറഞ്ഞത്. ഒന്നാമത്തെ എന്താ? ഒരു പേഷ്യന്റ് അഡ്മിറ്റ് ആയി 48 മണിക്കൂറിന് ശേഷം സംഭവിക്കുന്നത്, ആഫ്റ്റർ 48 hours ട്ടോ. 48 മണിക്കൂറിന് ശേഷം സംഭവിക്കുന്ന മരണങ്ങള് നമ്മള് ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് ന്യൂമറേറ്ററിൽ പറയാം. അല്ലെങ്കിലോ ആ പേഷ്യന്റ് ഇനി ഡിസ്ചാർജ് ആയി വീട്ടിലേക്ക് പോയി. അപ്പൊ അങ്ങനത്തെ 48 മണിക്കൂറിനുള്ളിൽ മരണം സംഭവിച്ചാലും നമുക്ക് അത് എന്തിനകത്ത്? ന്യൂമറേറ്ററിൽ കണക്കാക്കാം. ഡിനോമിനേറ്റർ സെയിം തന്നെ. അപ്പൊ അതിനകത്തൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് നെറ്റ് മോർട്ടാലിറ്റി റേറ്റ് കാണാനുള്ള ഫോർമുല. ക്ലിയർ ആയോ? ഓക്കെ, അതായത് നമ്മൾ മനസ്സിലായില്ലേ നിങ്ങൾക്ക് അത് എങ്ങനെയാണ്? അതായത് ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിൽ വന്നു, അഡ്മിറ്റ് ആയിട്ട് 48 മണിക്കൂർ കഴിഞ്ഞിട്ട് മരിച്ചു കഴിഞ്ഞാൽ കേട്ടോ, 48 മണിക്കൂർ കഴിഞ്ഞ് മരിച്ചു കഴിഞ്ഞാല് അങ്ങനെയുള്ള മരണങ്ങള്, അങ്ങനെ ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത്, അങ്ങനെയുള്ള മൊത്തം മരണങ്ങള്. പിന്നെ ഒരു ഓപ്ഷനും കൂടി പറയുന്നുണ്ട്,
ഇരിക്കുന്നത് ഡിവൈഡ് ആട്ടോ. സ്ലാഷ് പോലെ ഇട്ടത് ഡിവൈഡ് എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഡിവൈഡ് ആണത്. ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് ദാറ്റ് occurred after 48 hours of admission of the patient. അതിനെ ഡിവൈഡ് ചെയ്യണം. ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് ആൻഡ് ഡിസ്ചാർജസ് ഡ്യൂറിംഗ് ദാറ്റ് പീരീഡ്. ഇനി അടുത്ത് നോക്കിയാൽ ICU സ്പെസിഫിക് മോർട്ടാലിറ്റി ആണ്. അപ്പൊ എന്തിൽ മരിച്ചതായിരിക്കും? ICUയിൽ അല്ലെ. അത് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് ഇൻ ICU patient in a period. അവിടെ പീരീഡ് എന്താട്ടോ? പീരീഡ് PERIOD. പീരീഡ് ഡിവൈഡഡ് ബൈ. അവിടെ ഡിവൈഡ് എന്ന് കൂടിയിട്ടേ. അവിടെ ഡിവൈഡ് ഇല്ല, സ്ലാഷ് ആ ചിഹ്നം ഇട്ടോ കേട്ടോ. divided by total number of patient discharges from ICU in that period. ആ ICUയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത പേഷ്യൻസിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്താ? ICU ആ ഒരു പർട്ടിക്കുലർ ടൈം പീരീഡില് ICUയിൽ കിടന്ന് മരിച്ച പേഷ്യൻസ് ഇല്ലേ, അവർക്കുടെ എണ്ണത്തെ എന്താണ് ഡിവൈഡ് ചെയ്യണ്ടേ? ആ ICUയിൽ നിന്ന് ആ പീരീഡിൽ തന്നെ ICUയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു പോയിട്ടുള്ള ആളുകളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. മോർട്ടാലിറ്റി റേറ്റ് എന്നതുകൊണ്ട് ഇൻറ്റു 100 ചെയ്യുക. റേറ്റ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇൻറ്റു വാല്യൂ പോലെ ഒരു 100 അവിടെ ഉണ്ടാവും കേട്ടോ. നിങ്ങൾ ഫോർമുല ശ്രദ്ധിച്ചറിയാൻ പറ്റും. റേറ്റ് എന്നുള്ളതിൽ ഒരു 100 അവിടെ വാല്യൂ പോലെ ഉണ്ടാകും. ഓക്കെ, അപ്പൊ അത് നമുക്ക് എങ്ങനെ ഓപ്ഷൻ, ഇപ്പൊ നമുക്ക് എന്താണ് write the correct formula ICU specific mortality rate. അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കും. അണ്ട് ഇങ്ങനെ തരും നമുക്ക്. ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് ഇൻ ICU patient in a period divided by total number of patient discharges from ICU in that period into 100. അടുത്ത ചോദിക്കാം ടോട്ടൽ നമ്പർ ഓഫ് ഓപ്ഷൻ ബിയിൽ ഇങ്ങനെ കൊടുക്കാം, തിരിച്ചു ചോദിക്കാം. ടോട്ടൽ നമ്പർ ഓഫ് patient discharges from ICU in that period divided by total number of death in ICU patients in a period into 100. ഇനി അടുത്തത് ഇൻറ്റു ആയിട്ട് ചോദിക്കാം. അങ്ങനെ പല രീതിയിൽ ചോദിക്കാം, മനസ്സിലാക്കി വെക്കുക. 3 എണ്ണം ക്ലിയർ ആയില്ലേ? ഹോസ്പിറ്റലിലെ ഗ്രോസ് മോർട്ടാലിറ്റി റേറ്റ്, നെറ്റ് മോർട്ടാലിറ്റി റേറ്റ്, ICU സ്പെസിഫിക് മോർട്ടാലിറ്റി റേറ്റ്. ICU സ്പെസിഫിക് മോർട്ടാലിറ്റി റേറ്റ് അവിടെ ഒരു ICU തന്നെ ഉണ്ട് അല്ലെ, അത് മാറിപ്പോകില്ല. പിന്നെ നെറ്റ് മോർട്ടാലിറ്റി റേറ്റിൽ ആ ടൈം പീരീഡ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. 48 ആഫ്റ്റർ അഡ്മിഷൻ ഉണ്ടോ? 48 after admission, 48 hours after admission. Then അടുത്ത within 48 hours discharge ചെയ്ത് within 48 കണ്ടോ? അവിടെ ഒരു നമ്പർ ആ ഇക്വേഷനിൽ ഉണ്ട്, അവിടെ 48 എന്നുള്ളത് നോക്കി വെക്കാം. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഗ്രോസ് മോർട്ടാലിറ്റി റേറ്റ് ഒന്നുകൂടി പറയാമോ? അതാണ് ഗ്രോസ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഹോസ്പിറ്റലില് മൊത്തത്തില് സംഭവിച്ചിട്ടുള്ള മരണങ്ങളുടെ എണ്ണം അതെങ്ങനെയാ? എമർജൻസിയിലായിക്കോട്ടെ ICUയിലായിക്കോട്ടെ. ടെക്സ്റ്റിലില്ലേ സഫീറ? എന്താണ് ടെക്സ്റ്റിലില്ലേ നിങ്ങൾക്ക് ഗ്രോസ് മോർട്ടാലിറ്റി റേറ്റ്? ഉണ്ടല്ലോ, കീർത്തനം ഉണ്ടെന്നിട്ടെങ്കിലോ സഫീറയുടെ ഇല്ലേ? ഉണ്ട്. അപ്പൊ ആ ഹോസ്പിറ്റലില് ICUയില് ഡിവൈഡഡ് ഇല്ല എന്നാണോ? ICUയില് ഡിവൈഡ് ഇല്ല. അതാ ഞാൻ പറഞ്ഞ ഡിവൈഡ് ഇടാൻ, ഒരു ഡിവൈഡ് ഇടാൻ പറഞ്ഞില്ലേ ഞാൻ. പീരീഡ് കഴിഞ്ഞിട്ട് ഒരു ഡിവൈഡ് എന്ന് അവിടെ ഇട്ട് കൊടുക്കുക കേട്ടോ. ആ പീരീഡ് നമ്മൾ കറക്റ്റ് ചെയ്തില്ലേ? ഇടാൻ പറഞ്ഞു. ഇടാൻ ഞാൻ പറഞ്ഞായിരുന്നു അവിടെ ഡിവൈഡ് എന്ന് ഇടാൻ കേട്ടോ. ഗ്രോസ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറഞ്ഞ എന്താ? ഗ്രോസ് മോർട്ടാലിറ്റി റേറ്റ് എന്താണ്? മൊത്തം മരണമാണ്. അത് എമർജൻസിയിലായിക്കോട്ടെ ICUയിലായിക്കോട്ടെ ആ ഹോസ്പിറ്റലില് മൊത്തം സംഭവിച്ചിട്ടുള്ള മരണങ്ങളുടെ എണ്ണത്തെ എന്ത് ചെയ്യുക? ഡിവൈഡഡ് ബൈ അവിടെ ഡിസ്ചാർജ് ഡെത്ത് ആയിട്ടുള്ളത്, ഡിസ്ചാർജ് ആയിട്ടുള്ള പേഷ്യൻസിന്റെ എണ്ണം കൊണ്ട് ആ പർട്ടിക്കുലർ ടൈം പീരീഡിൽ കേട്ടോ, പർട്ടിക്കുലർ ഡെത്തുകളുടെയും ഡിസ്ചാർജുകളുടെയും ആകെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക. നെറ്റ് മോർട്ടാലിറ്റി റേറ്റ് ആകുമ്പോൾ എന്താണ്? അവിടെ ഒരു പർട്ടിക്കുലർ ടൈം പീരീഡ് പറയുന്നുണ്ട്. ന്യൂമറേറ്ററിൽ ഏതാ? ആഫ്റ്റർ നമുക്ക് ഈ ഹോസ്പിറ്റലില് പേഷ്യൻസ് വന്ന് അഡ്മിറ്റ് ആയിട്ട് 48 മണിക്കൂർ കഴിഞ്ഞിട്ട് മരിച്ചാലോ അല്ലെങ്കിൽ ഡിസ്ചാർജ് ചെയ്ത് പോയി 48 മണിക്കൂറിനുള്ളിൽ മരണം സംഭവിച്ചാലും നമുക്കത് ന്യൂമറേറ്ററിൽ ഉള്ളത് നമ്പർ ഓഫ് ഡെത്തിൽ ഉൾപ്പെടുത്താം. അതിന് എന്ത് ചെയ്യുക? ടോട്ടൽ നമ്പർ ഓഫ് ഡെത്തുകള് ഡിസ്ചാർജുകള് അതിന്റെ എണ്ണം കൊണ്ട് ചെയ്യുക. മോർട്ടാലിറ്റി റേറ്റിന്റെ ഇക്വേഷൻ, മോർട്ടാലിറ്റി റേറ്റിന്റെ ഇക്വേഷൻ എങ്ങനെയാ വരുന്നേന്നോ? റൈറ്റ് ദ കറക്റ്റ് ഫോർമുല എന്ന് പറഞ്ഞ മോർട്ടാലിറ്റി റേറ്റ് ഈക്വൽ എന്ന് പറഞ്ഞ ഫോർമുലകൾ തരും. ഓക്കെ,
എന്നിട്ട് അപ്പൊ ഇതിനകത്ത് നമ്പർ ഓഫ് ഡെത്ത് ഡിവൈഡ് ബൈ ടോട്ടൽ പോപ്പുലേഷൻ ഇൻറ്റു 1000 ഹോൾ ഡിവൈഡ് ബൈ 365 അല്ലേ? അപ്പൊ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഒക്കെ ചിലപ്പോൾ തിരിച്ചു തരാം. അപ്പൊ മോർട്ടാലിറ്റി റേറ്റ് ഈക്വൽ ഓപ്ഷൻ ബിയിൽ വേണമെങ്കിൽ അല്ലെങ്കിൽ ഓപ്ഷൻ എയിൽ ടോട്ടൽ പോപ്പുലേഷൻ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഡെത്ത് ഇൻറ്റു 1000 അങ്ങനെയൊക്കെ തരാം. ഇക്വേഷൻ പഠിക്കണം കേട്ടോ. ഇക്വേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ചോദിക്കാറുണ്ട്. ആ 3 ജനറൽ ആയിട്ട് മോർട്ടാലിറ്റി റേറ്റിന്റെ ഇക്വേഷൻ, ഹോസ്പിറ്റലിലെ നമ്മൾ 3 പഠിച്ചില്ലേ? 3 ഡിക്രിട്ട് വെച്ചവിടെ ഗ്രോസ് മോർട്ടാലിറ്റി റേറ്റ്, നെറ്റ് മോർട്ടാലിറ്റി റേറ്റ്, ICU സ്പെസിഫിക് മോർട്ടാലിറ്റി റേറ്റ്. അതിന് താഴെ ഒരു കുഞ്ഞു നോട്ട് കൂടി ഉണ്ട്, നോക്കി. ഓൺ സിമിലർ ലൈൻസ് കണ്ടീഷൻ സ്പെസിഫിക് ഓർ സ്പെഷ്യാലിറ്റി സ്പെസിഫിക് ഡെത്ത് റേറ്റ് ക്യാൻ ഓൾസോ ബി കാൽക്കുലേറ്റഡ് ലൈക്ക് മെറ്റേണിറ്റി മോർട്ടാലിറ്റി റേറ്റ് എക്സെട്ര. അപ്പൊ ഇതേപോലെ തന്നെ നമുക്ക് ഇപ്പൊ നമ്മൾ ICUയിൽ കണ്ടുപിടിച്ചില്ലേ, അതേ സമാനമായ രീതിയിൽ പ്രസവ മരണ നിരക്ക്, പിന്നെ ഇതൊക്കെ നമുക്ക് എന്താ അങ്ങനെയുള്ള ബർത്ത്, ഇതൊക്കെ നമുക്ക് ഈ സമാന രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ ഒരു പ്രത്യേക മരണനിരക്കും നമുക്ക് ഇതേപോലെ തന്നെ ഈ ഒരു ഫോർമുല പോലെ തന്നെ നമുക്ക് കണ്ടുപിടിക്കാവുന്ന പറഞ്ഞേക്കുന്നത് കേട്ടോ. മെറ്റേണിറ്റി മോർട്ടാലിറ്റി റേറ്റ് ഒക്കെ നമുക്ക് ഇതേ സെയിം രീതിയിൽ കണ്ടുപിടിക്കാം. ഇനി അടുത്തതാണ് ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്. കുഞ്ഞു കാര്യം, ഇതിനകത്ത് നമുക്കൊരു എന്താ പറയാ, നിങ്ങൾക്കൊരു പ്രോബ്ലം ചെയ്യാണ്ട്, പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, കാൽക്കുലേറ്റ് ചെയ്യാണ്ട്. അപ്പൊ എന്താ പറയാ, അത് കുറച്ചും കൂടി ഇത് 3 ശരിയായില്ലേ? ഹോസ്പിറ്റലിലുള്ളത് 3 ജനറൽ ആയിട്ടുള്ള മോർട്ടാലിറ്റി. ഓക്കെ, ഇനി അടുത്താണ് ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്. ഇൻഫന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻഫന്റ് ആരാണ്? കുട്ടികൾ അല്ലെ? കുട്ടികളുടെ മരണനിരക്ക പറയുന്നത്, ന്യൂ ബോൺ. ഓക്കെ, ന്യൂ ബോൺ ബേബീസ്, നമ്മള് ഡെലിവറി കഴിഞ്ഞ് അപ്പൊ തന്നെയൊക്കെ മരിക്കില്ലേ പിള്ളേര്, ന്യൂ ബോൺ ശിശുക്കള്, അവർക്കുടെ മരണനിരക്കാണ് ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് ഈസ് ദ നമ്പർ ഓഫ് റെസിഡന്റ് ന്യൂ ബോൺ ഇൻ എ പ്രിസ്ക്രൈബ്ഡ് ജിയോഗ്രാഫിക്കൽ ഏരിയാസ്. അവിടെ കൺട്രി, സ്റ്റേറ്റ്, പിന്നെ കൺട്രി തന്നെയാണ്, അത് വേണ്ട കേട്ടോ. കൺട്രി, നമ്മുടെ കൺട്രി അല്ലെങ്കിൽ സ്റ്റേറ്റില് ആ ഒരു പ്രിസ്ക്രൈബ്ഡ് ജിയോഗ്രാഫിക് ഏരിയയില് നോക്കി ഡേ അണ്ടർ 1 year of age divided by the number of resident live births. അപ്പൊ ശരിക്കും അവിടെ ജീവിച്ചിരിക്കുന്ന കുട്ടികളില്ലേ, അവര് resident live births for the same geographical area for a prescribed time, normally a calendar years, at multiple by the 1000. ആ ഫോർമുല തന്നെയാട്ടോ പറഞ്ഞേക്കണത്. അതായത് ഞാൻ പറഞ്ഞു തരാം എന്താണ്. ഒരു നിശ്ചിത ഭൂമിശാസ്ത്ര പ്രദേശത്ത് പുതിയതായി ജനിക്കുന്ന കുട്ടികൾ അല്ലെ, നവജാത ശിശുക്കളില് 1 വർഷത്തിനുള്ളിൽ മരിക്കുന്ന കുട്ടികളുടെ എണ്ണം. അതാണ് എന്താണ് ന്യൂമറേറ്ററിൽ വന്നത്? ഒരു പ്രത്യേക ജിയോഗ്രാഫിക് ഏരിയയില് പുതിയതായി ജനിക്കുന്ന കുട്ടികൾ, ആ കുട്ടികളില് 1 വർഷത്തില് മരിക്കുന്ന കുട്ടികളുടെ എണ്ണം. ഇപ്പൊ നമ്മളിപ്പോ ഒരു ഹോസ്പിറ്റലില് 1 വർഷത്തില് ഒരു 5000 കുട്ടികൾ ജനിച്ചു. ആ 1 വർഷത്തില് അതിലൊരു എത്രയാണ്, ഒരു 500 കുട്ടികൾ മരിച്ചു. അങ്ങനെ അപ്പൊ അതാണ് അട്ടപ്പാടി. അവിടെ എക്സാമ്പിൾ ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അട്ടപ്പാടിയിലൊക്കെ അല്ലെ നമ്മൾ ഒത്തിരി അവർക്ക് ശിശുമരണങ്ങൾ നിരക്ക് കൂടുതലല്ലേ. നോർമലി ഇതുപോലുള്ള സൗകര്യങ്ങളൊന്നുമില്ല, ഡെലിവറി ഒന്നും പാകത്തിനല്ല, ചിലരൊക്കെ വീട്ടിൽ തന്നെയൊക്കെയാണ് പ്രസവിക്കുകയൊക്കെ ചെയ്യുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെ കാരണം കൊണ്ടൊക്കെ ഒത്തിരി ശിശുമരണ നിരക്ക് കൂടുതലാണ്. അപ്പൊ അവിടെയൊക്കെ നമുക്ക് ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് ചെയ്യുന്നത് എങ്ങനെയാ? അതായത് എന്താണ്, ആ 1 വർഷത്തിൽ അവിടെ ജനിക്കുന്ന കുട്ടികള്, അവിടെ നമ്മൾ ജനിക്കുന്ന കുട്ടികളില് 1 വർഷത്തിനുള്ളിൽ മരിക്കുന്ന കുട്ടികളുടെ എണ്ണത്തെ എന്ത് ചെയ്യണം? ആ ഭൂമിശാസ്ത്ര പ്രദേശത്ത് ആ 1 വർഷത്തിൽ, അതേ വർഷത്തിന് തന്നെ താമസിക്കുന്ന കുട്ടികളുടെ, അതായത് ലൈവ് ബ്രത്ത് എന്ന് വെച്ചാൽ ഇപ്പോ താമസിക്കുന്ന ആ തത്സമയ കുട്ടികളുടെ എണ്ണം കൊണ്ട് ഹരിച്ചിട്ട് ഡിവൈഡ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? 1000 പേരിലല്ല നമ്മൾ കാണുന്നത്. ആൻഡ് മൾട്ടിപ്ലൈ ബൈ 1000 എന്താ? 1000 പേരിൽ 1000 കുട്ടികളിൽ എത്ര പേര് മരിച്ചു അതാണ് നോക്കുന്നത്. അവിടെ ആ ഫോർമുല കൂടി ഒന്ന് നോക്കി, അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആവും എന്താ എഴുതി വെച്ചേക്കുന്നത്. അത് തന്നെയാണ് ഇവിടെ എഴുതിയേക്കുന്നത്.
ഫോർമുല തന്നെയാണ് എഴുതി വെച്ചേക്കുന്നത്. ഓക്കെ, ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് കാണുന്ന ഫോർമുല എങ്ങനെയാണ്? ലൈവ് ബർത്ത് എന്ന് വെച്ചാൽ അപ്പൊ ജീവിച്ചിരിക്കുന്ന കുട്ടികളില്ലേ, അതാ ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഒരു 5000 കുട്ടികൾ ഒരു വർഷത്തിൽ ജനിച്ചു, അതിൽ 500 കുട്ടികൾ മരിച്ചു, ബാക്കി എത്രയുണ്ട്? ജീവിച്ചിരിക്കുന്ന കുട്ടികൾ എത്രയാ? എത്ര പേരുണ്ടാവും? 4500 പേര് അവിടെ ആ വർഷത്തിൽ ജീവിച്ചിരിക്കണല്ലേ, അത്. ഓക്കെ, അങ്ങനെ. ഇനി നോക്കി, അത് ആ ഫോർമുലയും കൂടി ഒന്ന് നോക്കി നിങ്ങള്. നമ്പർ ഓഫ് റെസിഡന്റ് ഇൻഫന്റ്, അതായത് അവിടെ മരിച്ച കുട്ടികള്, ശിശു മരണങ്ങള്, റെസിഡന്റ് ഇൻഫന്റ് ഡിവൈഡഡ് ബൈ ഡെത്ത്സ് നമ്പർ ഓഫ് റെസിഡന്റ് ലേബേഴ്സ്. അപ്പൊ താമസിക്കുന്ന ആ തത്സമയ കുട്ടികളുടെ എണ്ണം ഉണ്ടോ? അപ്പൊ അവിടെ നിലവിൽ ജീവിച്ചിരിക്കുന്ന കുട്ടികളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 1000 പേരിലാണ് കണ്ടുപിടിക്കുന്നത് കൊണ്ട് എന്ത് ചെയ്യുക? 1000 കൊണ്ട് ഇൻറ്റു ചെയ്യുക. ക്ലിയർ ആയോ ഫോർമുല? ഒരു ബോക്സ് വരച്ചിട്ട് അത് ചോദിക്കാറുണ്ട് കേട്ടോ. ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് കാണുന്ന ഫോർമുല ആദ്യം എന്താ? മരിച്ച കുട്ടികൾ അല്ലെ, ഒരു വർഷത്തിൽ മരിച്ച കുട്ടികളുടെ എണ്ണത്തെ അവിടെ ആ ഒരു വർഷത്തിൽ തന്നെ നിലവിൽ ജീവിച്ചിരിക്കുന്ന എന്താണ്? മരിച്ച കുട്ടികളില്ലേ, ആ മരിച്ച കുട്ടികളുടെ എണ്ണം, അതിനെ അത് ആ ഫോർമുലയല്ലേ, ആ ഫോർമുലയില് ഡിവൈഡ് ചെയ്തേക്കുന്നത് അവിടെ ഡിവൈഡ് ഇപ്പുറത്താ വന്നേക്കണം കേട്ടോ. ഓ, ഞാൻ ഇതിനകത്ത് ശ്രദ്ധിച്ചില്ല. നിങ്ങളുടെ ഞാൻ ഇവിടെ ഷെയർ ചെയ്തിട്ട് നിങ്ങളുടെ ടെക്സ്റ്റിൽ അങ്ങനെയൊക്കെ എടുക്കണേന്ന് ഒന്ന് നോക്കി, നിങ്ങളൊന്ന് നോക്കി. ആ ഡിവൈഡ് ഡെത്ത് കഴിഞ്ഞിട്ടാട്ടോ അവിടെ ഡിവൈഡ് വന്നത്. ക്ലിയർ ആയോ നോക്കി? നിങ്ങളുടെ ടെക്സ്റ്റിൽ ഒന്ന് കറക്റ്റ് ആക്കി വെച്ചത്. നമ്പർ ഓഫ് റെസിഡന്റ് ഇൻഫന്റ് ഡെത്ത് ഡിവൈഡഡ് ബൈ എന്നാട്ടോ. ഞാൻ പെട്ടെന്ന് പറഞ്ഞപ്പോ അങ്ങനെ പറഞ്ഞു പോയതാണ്. ഡെത്ത് കഴിഞ്ഞതിന് ശേഷമാണ് അവിടെ ഡിവൈഡ് വന്നത്. മനസ്സിലായി? ഇപ്പൊ ക്ലിയർ ആയോ? അതിനെ എന്ത് ചെയ്യണം? നമ്പർ ഓഫ് റെസിഡന്റ് ലേബേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 1000 ചെയ്യുക. മരിച്ച കുട്ടികൾ, ഓക്കെ, അതില് നമ്മളിപ്പോ ജീവിച്ചിരിക്കുന്ന കുട്ടികളുടെ എണ്ണം ഇൻറ്റു 1000. എക്സാമ്പിൾ, ഒരു എക്സാമ്പിൾ കൂടി ഇവിടെ തന്നിട്ടുണ്ട്. ആ എല്ലാവരും കറക്റ്റ് ചെയ്തിട്ടാട്ടോ ആ ഫോർമുല ഒന്ന്. ഡെത്ത് കഴിഞ്ഞിട്ടാണ് അവിടെ ആ ഡിവൈഡ് വന്നത്. ഓക്കെ, ഇനി നോക്കി എക്സാമ്പിള്. നോക്കി, 1300 ഇൻഫന്റ് ഡെത്ത് ഇൻ 2008 എമംഗ് ദ സ്റ്റേറ്റ് റെസിഡന്റ്. അപ്പൊ നോക്കിയ സംസ്ഥാന നിവാസികൾക്കിടയിൽ 2008 എത്ര കുട്ടികള്, എത്ര പേര് മരിച്ചു? എത്ര പേര് മരിച്ചേ? 1300 കുട്ടികള്. ക്ലിയർ ആയോ? 1300 കുട്ടികൾ മരിച്ചു. നോക്കിയ അവിടെ ലൈബ്രറി എത്ര പേരുണ്ട് മൊത്തത്തില്? 1,50,000 കുട്ടികള്. 1,50,000 കുട്ടികള് ഇൻ 2008 സ്റ്റേറ്റ് റെസിഡൻസ് ഉണ്ടോ? അപ്പൊ ആ സംസ്ഥാനത്ത് നമുക്ക് 1,50,000 കുട്ടികളില് എത്ര പേര് മരിച്ചു? 1300 കുട്ടികളാണ് മരിച്ചത്. അപ്പൊ നമ്മൾ അതിന്റെ എങ്ങനെ നമുക്ക് ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് കാണും? നമ്മുടെ ഫോർമുല നോക്ക്. മരിച്ച കുട്ടികള് എത്രയാണ്? 1300. അതിന് മൊത്തം എത്ര കുട്ടികളുണ്ട്? ഡിവൈഡഡ് ബൈ 1,50,000. എത്ര കുട്ടികളാണ് നമ്മൾ കാണുന്ന? 1000 പേരിലല്ലേ? ഇൻറ്റു 1000 ചെയ്യുക. അപ്പൊ അവിടെ എത്രയാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്? എത്ര ആൻസർ കിട്ടുക? 8.7. 8.7 ഇൻഫന്റ് ഡെത്ത് പെർ എത്രയാണ്? 1000 പേര് അല്ലേ? per 1000 livers in 2008 among the state residents. 1000 ലൈവ് ബർത്തുകളില് 8.7 പേര് മരിച്ചു. 8.7% ഇൻഫന്റ് ഡെത്ത് അവിടെ സംഭവിച്ചു. ക്ലിയർ ആയോ? അത് കറക്റ്റ് ചെയ്തിടണം കേട്ടോ ഫോർമുല. ഞാൻ പെട്ടെന്ന് പറഞ്ഞപ്പോ അങ്ങനെ പറഞ്ഞു പോയതാണ്. അത് നമ്മുടെ ഞാനിവിടെ ഷെയർ ചെയ്തിട്ടേക്കണേലും തെറ്റാ കിടക്കുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റിൽ ഒന്ന് കറക്റ്റ് ആണോ എന്ന് നോക്കാം കേട്ടോ. എന്റെ കയ്യിലിരിക്കുന്ന നോട്ടിൽ കറക്റ്റ് ആണ്, പക്ഷെ ഇവിടെ ഷെയർ ചെയ്തിട്ടേക്കണേൽ തെറ്റാണ് കിടക്കുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റിലും കറക്റ്റ് ചെയ്യുക. നമ്പർ ഓഫ് റെസിഡന്റ് ഇൻഫന്റ് ഡെത്ത്സ് divided by number of resident livers into 1000. Okay, അതാ ഡൗട്ട് വന്നത് അല്ലേ? ഞാൻ പെട്ടെന്ന് വായിച്ചപ്പോ അങ്ങനെ വായിച്ചു പോയതാട്ടോ. ഓക്കെ, അന്ന് കറക്റ്റ് ചെയ്താൽ മതി. ഇപ്പൊ മനസ്സിലായല്ലോ. 1300 കുട്ടികൾ മരിച്ചു. മൊത്തം 1,50,000 കുട്ടികൾ ആ ഒരു സമയത്ത് ഉണ്ട്. അതിൽ 1300 പേരാണ് മരിച്ചത്. 1000 പേർക്കടിയാ കാണുന്നത് കൊണ്ട് ഇൻറ്റു 1000. അപ്പൊ ഇൻഫന്റ് നമുക്ക് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറഞ്ഞ എങ്ങനെയാ? നമുക്ക്
ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് 8.7%. ഈ ഹോസ്പിറ്റലിലും സെയിം തന്നെയാണ്. ചെറിയൊരു ഫോർമുല കൂടി ഉണ്ട് കേട്ടോ. ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് ഈക്വൽ ടോട്ടൽ നമ്പർ ഓഫ് ഇൻഫന്റ് ഡെത്ത് അറ്റ് ഹോസ്പിറ്റൽ ഇൻ എ പീരിയഡ്. സെയിം തന്നെയല്ലേ നോക്കിയേ. ടോട്ടൽ നമ്പർ ഓഫ് ഇൻഫന്റ് ഡെത്ത് അറ്റ് ഹോസ്പിറ്റൽ ഇൻ എ പീരിയഡ്. ഒരു പർട്ടിക്കുലർ പീരീഡില് ഹോസ്പിറ്റലിൽ നടന്ന ശിശു മരണങ്ങളുടെ ആകെ എണ്ണം അതിന് എന്ത് ചെയ്യണം? ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഇൻഫന്റ് ഡിസ്ചാർജസ് ആൻഡ് ഡെത്ത്. ഡിസ്ചാർജ് ആയിട്ടുള്ളത് ഡെത്ത് സംഭവിച്ചിട്ടുള്ള കുട്ടികളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു റേറ്റ് ആയതുകൊണ്ട് ഇൻറ്റു 100 ചെയ്യുക. ആ ഒരു ഇക്വേഷനും കൂടി എന്ത് ചെയ്യുക? ടിക്കറ്റ് വെക്കുക കേട്ടോ. അപ്പൊ അതിൽ രണ്ടെണ്ണം നമ്മൾ പഠിച്ചാൽ മതി. ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റിൽ ആ രണ്ട് ഇക്വേഷനും, ജനറൽ ആയിട്ട് ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് കാണുന്ന ഇക്വേഷനും ഈ ഹോസ്പിറ്റലിൽ പ്രത്യേകം പറയുന്നുണ്ട്. അപ്പൊ അത് ഹോസ്പിറ്റലിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ആ ഹോസ്പിറ്റലില് മരിച്ച കുട്ടികള് കേട്ടോ, അത് ആ രണ്ട് ഫോർമുലയും ഒന്ന് ടിക്കറ്റ് വെക്കാം. ഇനി എത്രേ സമയം? 11:40 അല്ലെ? 41 ഒരു 2-3 മിനിറ്റ് ഒന്ന് ബ്രേക്ക് എടുത്തോ. ഒരു 10-15 മിനിറ്റ് കൂടി ഞാൻ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ഇന്ന് വന്ദനാമ ലീവാണ്, അപ്പൊ അതുകൊണ്ട് ഞാൻ അതങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യാണ്. നമ്മുടെ അത്രയും പോർഷൻസ് അങ്ങ് തീരുമല്ലോ. ഓക്കെ, ഒന്ന് ഇച്ചിരി വെള്ളമൊക്കെ കുടിച്ച് ഞാനും ഇത്തിരി വെള്ളമൊക്കെ കുടിക്കട്ടെ, എനിക്ക് തൊണ്ട വേദന. ഓക്കെ, ആ ഇക്വേഷൻ എല്ലാവരും കറക്റ്റ് ചെയ്തല്ലോ അല്ലെ? കറക്റ്റ് ചെയ്തിട്ടാ കേട്ടോ. ഓക്കെ, ശരി. പെട്ടെന്ന് ആരും പോവല്ലേ, പെട്ടെന്ന് വെള്ളം കുടിച്ചിട്ടോ. എന്താണ് സൗണ്ട് ഇല്ലാന്ന്? എന്താ പറ്റി? എത്തിയോ നിങ്ങള്? തിരിച്ചു വന്നോ? വെള്ളമൊക്കെ കുടിച്ചെല്ലാരും ഓക്കെ ആയി അല്ലേ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? നമ്മൾ പറഞ്ഞ ഫോർമുലാസ് ഒക്കെ ചോദിക്കണ കേട്ടോ. പിന്നെ വേറെ ഡീറ്റെയിൽ ഒന്നും ഇല്ല അതിനകത്ത്. ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്, അതിന്റെ രണ്ട് ഫോർമുല, പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞ ഡെത്ത് റേറ്റ്,
ഡെത്ത് റേറ്റിന്റെ നമ്മുടെ ആ മോർട്ടാലിറ്റി റേറ്റ് ജനറൽ ആയിട്ട് കാണുന്ന ഫോർമുല ഹോസ്പിറ്റലുകളിലെ 3 എണ്ണം, ഗ്രോസ് മോർട്ടാലിറ്റി റേറ്റ്, നെറ്റ് മോർട്ടാലിറ്റി റേറ്റ്, ICU സ്പെസിഫിക് മോർട്ടാലിറ്റി റേറ്റ്. അതിന്റെ ഫോർമുലാസ് ഇമ്പോർട്ടന്റ് ആണ്. 1 or 2 എണ്ണോ ഒക്കെ ചിലപ്പോൾ ചോദിക്കാറുണ്ട്. അതൊന്നും ഐഡന്റിഫൈ ചെയ്യാനില്ല, ആൻസർ അവിടെ ഉണ്ട്. ചിലപ്പോ ഡിവൈഡ് എന്നുള്ളത് ചിലപ്പോൾ ഇൻറ്റോ അല്ല അങ്ങനെയൊക്കെ ആക്കിയിട്ട് ആ സ്ലാഷ് നമ്മുടെ കാണിച്ചേക്കുന്നത് അത് ഡിവൈഡ് തന്നെയാട്ടോ, ഡിവൈഡ് ആണ് അത്. ഓക്കെ, ഇനി പ്രിവാലൻസ് ആണ്. പ്രിവാലൻസ് ഓഫ് എ ഡിസീസ്. എന്താണ് പ്രിവാലൻസ് എന്ന് പറഞ്ഞാൽ? രോഗവ്യാപനം. വെരി ഗുഡ്, നീ പിടിക്കേണ്ട രോഗവ്യാപനമാണ് അല്ലെ. എന്താണെന്ന് നോക്കി, പ്രിവാലൻസ് റെഫർഡ് ടു ആസ് പ്രിവാലന്റ് റേറ്റ്. പ്രിവാലൻസ് എങ്ങനെയാ പറയുന്നത്? മോർട്ടാലിറ്റി നമ്മൾ മോർട്ടാലിറ്റി റേറ്റിലാണ് എക്സ്ട്രീം എന്ന് പറഞ്ഞില്ലേ, അതുപോലെ രോഗവ്യാപനവും എങ്ങനെയാണ്? അത് പ്രിവാലൻസ് റേറ്റിലാണ്. പ്രിവാലൻസ് റെഫർഡ് ടു ആസ് പ്രിവാലന്റ് റേറ്റ് ഈസ് ദ പ്രപ്പോർഷൻ ഓഫ് പേഴ്സൺ ഇൻ എ പോപ്പുലേഷൻ ഹു ആർ അഫക്റ്റഡ് വിത്ത് എ പർട്ടിക്കുലർ ഡിസീസ് ഓർ അട്രിബ്യൂട്ട്സ്. അട്രിബ്യൂട്ട്സ് എന്ന് വെച്ചാൽ അവസ്ഥ, എന്തെങ്കിലും പ്രത്യേക രോഗമോ അല്ലെങ്കിൽ എന്തെങ്കിലും അവസ്ഥയോ at a specified point in time or over a specific period. ചിലപ്പോഴൊക്കെ ഇങ്ങനെ സംഭവിക്കാറില്ലേ, അതായത് ഒരു പ്രത്യേക ടൈമിൽ നമുക്ക് പെട്ടെന്ന് ഒരു രോഗാവസ്ഥ അല്ലെ, ഒരു ചിക്കൻ ഗുനിയ, ആ ഒരു ടൈമിൽ നമ്മളെ കുറെ ആളുകൾക്ക് അഫക്ട് ചെയ്തു. അത് ആ ഒരു ടൈം പീരീഡ്. പക്ഷെ അതിനുശേഷം ഇപ്പൊ നമ്മളത് അങ്ങനെ കേട്ടിട്ടില്ല അല്ലെ. ആ ഒരു പ്രത്യേക ടൈമിൽ സംഭവിച്ചതല്ലേ അല്ലെ, ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിൽ വന്നതല്ലേ അത്. ആ ഒരു രോഗം എന്ന് പറയുന്നത് അതൊരു അവസ്ഥയാണ്, ഒരു കണ്ടീഷനാണ്, അല്ലെങ്കിൽ ഒരു രോഗമാണ് അത്. അപ്പൊ അത് നമ്മൾ ഒത്തിരി ആളുകൾക്ക് അത് അഫക്ട് ചെയ്തില്ലേ, വ്യാപിച്ചില്ലേ, രോഗവ്യാപനം നടന്നില്ലേ. അപ്പൊ നോക്കി ഇവിടെ എന്താ പറഞ്ഞു, ഒരു നിശ്ചിത സമയത്ത് അല്ലെങ്കിൽ ഒരു നിശ്ചിത കാലയളവില് ഒരു പ്രത്യേക രോഗം, അതൊരു പർട്ടിക്കുലർ ഡിസീസ് ആണ് അല്ലെ, ഒരു പ്രത്യേക രോഗമോ അല്ലെങ്കിൽ എന്തെങ്കിലും അവസ്ഥയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അവസ്ഥയോ ബാധിച്ച ആ ജനസംഖ്യയിലെ വ്യക്തികളുടെ അനുപാതമാണ് പ്രിവാലൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അവസ്ഥ, ഒരവസ്ഥ, ഒരു സിറ്റുവേഷൻ. ഇപ്പൊ നമുക്ക് ഇതുപോലെ തന്നെ കോവിഡ് വന്നു, അത് ആ ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിൽ നമുക്ക് വന്ന കുറെ നാള് നിന്നു, എങ്കിലും നമുക്കിപ്പോ അന്നേരം ആ സമയത്ത് കുറെ പേർക്ക് ടെസ്റ്റുകളൊക്കെ ചെയ്തു അല്ലെ. ആ ടെസ്റ്റുകൾ ചെയ്ത് കുറെ പേർക്കൊക്കെ നമ്മൾ റിസൾട്ട് ടെസ്റ്റ് പോസിറ്റീവ് ആയി കണ്ടു. അപ്പൊ നമുക്ക് അതിന്റെ റേറ്റ് എപ്പോഴും ഇങ്ങനെ പറയണ്ടാവുന്നില്ലേ, നമ്മൾ ടിവിയിലൊക്കെ ആണെങ്കിൽ അപ്പപ്പോ ന്യൂസിൽ ഇത്ര പേർക്ക് ഇന്ന ജില്ലയിൽ ഇത്ര ശതമാനം ആളുകൾക്ക് കോവിഡ് റിപ്പോർട്ട് ചെയ്തു. അത് അപ്പപ്പ നമുക്ക് അതിന്റെ ഇത് കിട്ടുകയാണ് അല്ലെ. ഇതൊക്കെ എങ്ങനെയാ നമ്മൾ അത് മെഷർ ചെയ്യുന്നേ? എന്നിട്ട് പറയില്ലേ രോഗവ്യാപനം കൂടുതലാണ്, രോഗവ്യാപന നിരക്ക് കൂടുതലാണ്. ഇതൊക്കെ നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയേ. എന്താ പറഞ്ഞേക്കുന്നത്? എന്താണ് അവിടെ പറഞ്ഞേക്കുന്നത്? ഒരു സ്പെസിഫൈഡ് പോയിന്റ് ഓഫ് ടൈം അല്ലെ, ഒരു നിശ്ചിത സമയത്ത് അല്ലെങ്കിൽ ഒരു നിശ്ചിത കാലയളവില് എന്തെങ്കിലും പ്രത്യേക രോഗമോ അല്ലെങ്കിൽ എന്തെങ്കിലും അവസ്ഥ ആളുകൾക്ക് വരുന്ന ഒരവസ്ഥ, ഒരു പ്രത്യേക രോഗമായിക്കോട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും അവസ്ഥയോ ബാധിച്ച ഒരു ജനസംഖ്യ, അവിടുത്തെ വ്യക്തികളുടെ അനുപാതമാണ് പ്രിവാലൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഫസ്റ്റ് ലൈൻ ഒന്ന് നോട്ട് ചെയ്തിട്ടോ കേട്ടോ. ഇസ് ദ പ്രൊപ്പോർഷൻ ഓഫ് പേഴ്സൺ. ആ സെന്റൻസ് ഒന്ന് നോട്ട് ചെയ്തിട്ടോ. ഇൻഫന്റ് മോർട്ടാലിറ്റി നിങ്ങൾക്ക് അറിയാലോ, എന്തായാലും കുട്ടികളുടെ ശിശുമരണ നിരക്കാണ്, അത് കാണുമ്പോ അറിയാം നമുക്കത്. Prevalence എന്താണെന്നുള്ളത്. Prevalence is a measure of disease that let us determine a person likelihood of having a disease. എന്താ, ഒരു വ്യക്തിക്ക് രോഗം വരാനുള്ള സാധ്യത നിർണയിക്കാൻ ഒരു സഹായിക്കുന്ന ഒരു രോഗത്തിന്റെ അളവാണ്. നമുക്കറിയാൻ പറ്റുമല്ലോ, ഇപ്പൊ ഒരു പർട്ടിക്കുലർ പീരീഡില് നമുക്ക് ഇത്ര പേർക്ക് രോഗവ്യാപനം വന്നു, അപ്പൊ അതിനനുസരിച്ച് നമുക്കറിയാം അവർക്ക് ഇനിയുള്ളവർക്ക് വരാൻ സാധ്യതയുണ്ടോ, അല്ല ആ സ്പ്രെഡ് ചെയ്യുന്നത് കൂടുതലാണെങ്കിലോ, ആ ഡിസീസ് സ്പ്രെഡ് ചെയ്യുന്ന റേറ്റ് കൂടുതലാണെങ്കിൽ ഇനി അവർക്ക് വരാൻ സാധ്യത നമുക്ക് പറയാം അല്ലെ. എന്താണ്, ആ രോഗവ്യാപനം നിരക്ക് അവിടെ കുറവാണെങ്കിൽ നമുക്ക് മറ്റുള്ളവർക്ക് വരാൻ അത്ര സാധ്യത ഇല്ല എന്ന് പറയാം അല്ലെ. അല്ലെങ്കിൽ നമ്മൾ കരുതിയിരിക്കണം എന്നൊക്കെ പറയൂല്ലേ അല്ലെ. പിന്നെ ഇത്രയും ആളുകൾക്ക് ആ രോഗം സ്പ്രെഡ് ചെയ്യുന്നതിന്റെ ആ ഒരു ഇത് കൂടുതലാണ്, ശതമാനം കൂടുതലാണ്, അതുകൊണ്ട് ബാക്കിയുള്ളവർക്കും വരാൻ സാധ്യതയുണ്ട്, നിങ്ങൾ കരുതിയിരിക്കുക എന്നൊക്കെ പറയൂല്ലേ. എന്താ പറഞ്ഞേക്കണേ? ഒരു വ്യക്തിക്ക് രോഗം വരാനുള്ള സാധ്യത നിർണയിക്കാൻ പറ്റും. നമുക്ക് രോഗം വരാൻ പറ്റുമെന്ന് പറയാൻ പറ്റൂലേ?
അതായത് നമ്മുടെ ആ രോഗവ്യാപന നിരക്ക് കൂടുതലാണെങ്കിൽ നമുക്കും ചിലപ്പോൾ വരാനുള്ള സാധ്യത നമുക്ക് പറയാലോ, അല്ലെ? വരാനുള്ള സാധ്യത നമുക്ക് നിർണയിക്കുന്ന, അല്ലെ, സഹായിക്കുന്ന ഒരു രോഗ അളവാണ് ഈ പ്രിവാലൻസ് എന്ന് പറയുന്നത്. അതും ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ. ഡാഷ് ഈസ് ദ മെഷർ ഓഫ് ഡിസീസ്, അങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം. ഒരു രോഗത്തിന്റെ അളവാണ് നമുക്ക്. So the number of prevalence cases is total number of cases of disease that exist in a population. ഒരു ജനസംഖ്യയിൽ നിലനിൽക്കുന്ന, എക്സിസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ നിലനിൽക്കുന്ന, ഒരു ജനസംഖ്യയിൽ നിലനിൽക്കുന്ന രോഗങ്ങളുടെ ആകെ എണ്ണമാണ്, അല്ലെ? രോഗവ്യാപനം പറയാൻ പറ്റുമല്ലോ, റേറ്റ് കണ്ട അത്രയും പേർക്ക് രോഗം വന്നു എന്ന് നമുക്ക് അറിയാൻ പറ്റൂലേ? ഇത്ര ശതമാനം ആളുകൾക്ക് ഇന്ന ഡിസ്ട്രിക്റ്റില് ഇത്ര ശതമാനം ആളുകൾക്ക് ഈ ഇന്ന രോഗം സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്താ പറയുന്നത് അതിനകത്ത്? എന്താ മനസ്സിലാക്കുന്നത്? ഇത്രയും പേർക്ക് രോഗം ഉണ്ടെന്നല്ലേ നമ്മൾ മനസ്സിലാക്കുന്നത്, അല്ലെ? ഇത്രയും പേർക്ക് ആ ഒരു ഡിസ്ട്രിക്റ്റില് ഇത്രയും പേർക്ക് അവിടെ രോഗമുണ്ട്, അതാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്, അല്ലെ? ഒരു ജനസംഖ്യയിൽ നിലനിൽക്കുന്ന രോഗങ്ങളുടെ ആകെ എണ്ണമാണ്. സോ ദ നമ്പർ ഓഫ് പ്രിവാലൻസ് കേസസ് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് കേസസ് ഡിസീസ് ദാറ്റ് എക്സിസ്റ്റ് ഇൻ എ പോപ്പുലേഷൻ. The prevalence is measured by, എങ്ങനെ മെഷർ ചെയ്യുന്നത്? Dividing the number of person with the disease or condition at a particular time point. അതിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? By the number of individual examined. കണ്ടോ, അവിടെ രോഗം പരിശോധിച്ച രോഗികളുടെ ആ ഇൻഡിവിജ്വൽസിന്റെ എണ്ണം, അതുകൊണ്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ കോവിഡ് ഇതുപോലെ തന്നെ നിങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യാൻ പോയായിരുന്നോ? ഇപ്പൊ ഇന്ന ദിവസം നമ്മൾ ഒരു 1000 പേരെ അവര് ടെസ്റ്റ് ചെയ്തു. അതിൽ ചിലപ്പോ ഒരു 700 പേർക്കായിരിക്കും കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ടാവുള്ളൂ, അല്ലേ? ആ ഒരു പർട്ടിക്കുലർ പീരീഡില് ആ ഒരു ടൈം പറയും കേട്ടോ, അത് ഇമ്പോർട്ടന്റ് ആണ്. ഒരു പർട്ടിക്കുലർ ടൈം പോയിന്റില് നമ്മൾ മൊത്തം ഒരു എക്സാമിൻ ചെയ്ത ആളുകളില് ഇത്ര പേർക്ക് വന്നു, അതല്ലേ? അപ്പൊ എന്താ നമ്മൾ അവിടെ എങ്ങനെ ചെയ്യുന്നത്? ആ ഒരു ഫോർമുലയാണ് അവിടെ എഴുതി വെച്ചേക്കുക കേട്ടോ. എങ്ങനെ മെഷർ ചെയ്യുന്നേ? നമ്പർ ഓഫ് പേഴ്സൺ വിത്ത് ദ ഡിസീസ് ഓർ കണ്ടീഷൻ അറ്റ് എ പർട്ടിക്കുലർ ടൈം പോയിന്റ് ബൈ, അതിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? മൊത്തം എക്സാമിൻ ചെയ്ത ആളുകളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ നമുക്കറിയാൻ പറ്റൂലേ, 1000 പേരില് 300 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു, അല്ലെങ്കിൽ ഇന്ന രോഗാവസ്ഥ കണ്ടു. അപ്പൊ രോഗവ്യാപന നിരക്ക് അതിന്റെ പെർസെന്റേജ് കണ്ടറിയാൻ പറ്റൂലേ? ക്ലിയർ ആയോ? ആ ലാസ്റ്റത്തെ സെന്റൻസ് കൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോട്ടോ അത്. ഓക്കെ, ഇനി എന്തുകൊണ്ടാണ് പ്രിവാലൻസ് ഇമ്പോർട്ടന്റ്? രോഗവ്യാപനം എന്താണ് ഇമ്പോർട്ടന്റ് നോക്കി. ദ പ്രിവാലൻസ് ആൻഡ് ഇൻസിഡൻസ് ഓഫ് ഡിസീസ് ആർ എമംഗ് ദ മോസ്റ്റ് ബേസിക് മെഷേഴ്സ് ഇൻ എപ്പിഡെമിയോളജി. എപ്പിഡെമിയോളജി എന്ന് വെച്ചാൽ എന്താണ്? സാംക്രമിക രോഗശാസ്ത്രം. ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള ഒരു നടപടികളിൽ ഒന്നാണ് പ്രിവാലൻസും ഇൻസിഡൻസും. ഇൻസിഡന്റ് അടുത്ത് പഠിക്കാറുണ്ട് കേട്ടോ, സംഭവം. ഇൻസിഡന്റ് എന്ന് പറയുന്ന സംഭവം. അപ്പൊ രോഗവ്യാപനവും ആ ഒരു സംഭവവും ആ ഒരു പർട്ടിക്കുലർ ഡിസീസ് അതെന്ന് പറഞ്ഞാൽ നമ്മളെ ഏറ്റവും എപ്പിഡെമിയോളജിയിലെ ഒരു സാംക്രമിക രോഗശാസ്ത്രത്തിലെ ഏറ്റവും അടിസ്ഥാനമായ നടപടികളിൽ ഒന്നാണ്, അല്ലെ? അപ്പൊ നമുക്ക് രോഗങ്ങളെ കുറിച്ച് പഠിക്കാമല്ലോ, അല്ലെ? എത്ര ആൾക്ക് ആ രോഗവ്യാപനം കൂടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ഒരു രോഗം റിപ്പോർട്ട് ചെയ്തു. ഇതൊക്കെ എപ്പിഡെമിയോളജി എന്താണ്? സാംക്രമിക രോഗശാസ്ത്രത്തിലെ ഏറ്റവും അടിസ്ഥാനമായ നടപടികൾ ഒന്നാണ് ഏത്? പ്രിവാലൻസും ഇൻസിഡൻസും. Then prevalence is measured of the load of disease in a population in a given location and at a particular time as represented in a count of the number of people affected. രോഗബാധിതരായ ആളുകളുടെ എണ്ണത്തെ പ്രതിനിധീകരിക്കുന്നത് പോലെ തന്നെ, റെപ്രസെന്റ് ചെയ്യുന്നത് പോലെ തന്നെ നൽകിയിരിക്കുന്ന സ്ഥാനത്തും ആ ഒരു പ്രത്യേക സമയത്തും ഉള്ള ജനസംഖ്യയുടെ രോഗത്തിന്റെ അളവാണ്. ജനസംഖ്യയിലെ രോഗത്തിന്റെ അളവാണ്. is the measure of load of disease in a population. കണ്ടോ, ജനസംഖ്യയിലെ രോഗത്തിന്റെ അളവാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് the disease has the highest prevalence. അതൊന്ന് നോട്ട് ചെയ്തിട്ട് കേട്ടോ. അപ്പൊ ഇമ്പോർട്ടന്റില് ആ ഫസ്റ്റ് ലൈൻ ഒന്ന് നോട്ട് ചെയ്തിടാം. ഇനി അടുത്തത് ഏതൊക്കെ രോഗങ്ങൾക്ക് രോഗവ്യാപനം കൂടുതലുണ്ട്?
the disease has the highest prevalence. ഏതൊക്കെ രോഗങ്ങൾക്കാ? Cardiovascular disease accounts for most NCD death. Non communicable death ആട്ടത് NCD എന്ന് പറഞ്ഞാൽ non communicable death. വ്യാപനമുള്ളത് കേട്ടോ, ഏറ്റവും കൂടുതൽ രോഗവ്യാപനമുള്ളത് കാർഡിയോവാസ്കുലർ ഡിസീസ് അക്കൗണ്ട് ഫോർ മോസ്റ്റ് NCD ഡെത്ത്, നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഡെത്ത്, നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഡെത്ത് ഓർ 17.9 million പീപ്പിൾ ഇയർലി. അപ്പോ 17.9 million ആളുകൾക്ക് കാർഡിയോവാസ്കുലർ ഡിസീസ് മൂലം നമുക്ക് മരണം സംഭവിക്കാം. വ്യാപനം, മരണമല്ല വ്യാപനം കേട്ടോ, വ്യാപനം അത്രയും ശതമാനം രോഗവ്യാപന നിരക്ക് കൂടുതലാണ് കേട്ടോ. ഹൈയസ്റ്റ് പ്രിവാലൻസ് റേറ്റ് കൂടുതലുള്ളതാണ്. 17.9 million പീപ്പിൾസിന് എന്താണ് ഈ രോഗം കൂടുതൽ വ്യാപിക്കാം. Then followed by cancers. ക്യാൻസർ നോക്കിയാൽ 9.3 million. Then chronic respiratory disease 4.1 million and diabetes 2.0 million, including kidney disease death caused by diabetes. വെറുതെ ഒന്ന് വായിച്ചു പോണേ ഉള്ളൂ കേട്ടോ. ഇനി നോക്കിയ അടുത്തത് പേരുകൾ മാത്രം ഒന്ന് നോക്കിയാൽ മതിയാവില്ല. വാട്ട് ഇൻക്രീസസ് ദ പ്രിവാലൻസ് ഓഫ് ഡിക്രീസസ്? എപ്പോഴാണ് അത് ചോദിക്കാം കേട്ടോ. പ്രിവാലൻസ് ഇൻക്രീസസ്, ഒരു രോഗവ്യാപനം കൂടുക. എപ്പോഴാണ് രോഗവ്യാപനം കൂടുന്നത്? എപ്പോഴാ? വെൻ ന്യൂ ഡിസീസ് കേസസ് ആർ ഡിറ്റക്റ്റഡ്. പുതിയ ഡിസീസുകള് ഡിറ്റക്ട് ചെയ്യുക, അല്ലെ, റിപ്പോർട്ട് ചെയ്യുമ്പോഴാണ്, പുതിയ കേസുകൾ, പുതിയ രോഗങ്ങൾ കണ്ടെത്തുമ്പോഴാണ് രോഗവ്യാപനം കൂടുന്നത്. അല്ലെ, ശരിയല്ലേ? എപ്പോഴാ പ്രിവാലൻസ് ഇൻക്രീസ് ചെയ്യുന്നേ? when new disease cases are detected. എക്സാമ്പിൾ കൊറോണ. പുതിയ രോഗം കണ്ടെത്തുമ്പോൾ, പുതിയ രോഗങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യുന്നു? രോഗവ്യാപനം കൂടും. ആൻഡ് പ്രിവാലൻസ് ഡിക്രീസസ്. ഇനി രോഗവ്യാപനം കുറയുന്നത് എപ്പോഴാ കുറയുന്നേ? when a patient is either cured or dies. ക്യൂർ ആവുമ്പോൾ, രോഗം ഭേദമാകുമ്പോൾ, അല്ലെങ്കിൽ ആ രോഗി മരിക്കുമ്പോൾ രോഗവ്യാപനം കുറയും. ശരിയല്ലേ? ഒരാൾക്ക് രോഗം ഭേദമായി, അപ്പൊ രോഗവ്യാപനം കുറയൂലേ? അല്ലെങ്കിൽ ആ രോഗി മരിച്ചു പോയി, ജീവിച്ചിരുന്നാലല്ലേ പിന്നെ അടുത്ത ആളിലേക്ക് രോഗം വരുള്ളൂ, അല്ലെ? ആ വ്യക്തി ജീവിച്ചിരുന്നാലാണ് അടുത്ത ആളിലേക്ക് രോഗം വരുള്ളൂ. അപ്പൊ രണ്ട് കാര്യങ്ങളാ പറയുന്നത്. പ്രിവാലൻസ് ഡിക്രീസ് ചെയ്യുന്ന എപ്പോഴാണ്? നമുക്ക് പേഷ്യന്റ് രോഗം ഭേദമാകുമ്പോഴോ അല്ലെങ്കിൽ ആ രോഗി മരിക്കുമ്പോഴോ എന്ത് പറ്റും? പ്രിവാലൻസ് കുറയും. രോഗവ്യാപനം കൂടുന്നതോ പുതിയ കേസുകള്, പുതിയ ഡിസീസ് കണ്ടെത്തുമ്പോൾ, ഇൻസിഡന്റ് എന്ന് പറയുന്ന സംഭവം, പുതിയ ഒരു ഇത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ. ചില കേസിൽ പറ്റില്ല. ഓക്കെ, ചില കേസിൽ പറ്റില്ല. ഓക്കെ, എന്തായാലും കോമൺ ആയിട്ടുള്ളതായിട്ട് ഈ പറഞ്ഞേക്കണത്, കോമൺ ആയിട്ടുള്ള കാര്യമാണ് പറഞ്ഞേക്കുന്നത്. രോഗവ്യാപനം കുറയുന്ന പേഷ്യന്റ് രോഗം മാറുമ്പോഴോ അല്ലെങ്കിൽ എന്താണ് മരിക്കുമ്പോഴോ രോഗവ്യാപനം എന്ത് ചെയ്യുന്നു? കുറയും. ഓക്കെ, ഇനി അടുത്തത് പല ടൈപ്പാണ്. ഇതും എക്സാമിന് ചോദിക്കാറുണ്ട്. ടൈപ്സ് ഓഫ് പ്രിവാലൻസ്. പലതരത്തിലുള്ള പ്രിവാലൻസ് ഏതൊക്കെയാണ്? ഓക്കെ, പോയിന്റ് പ്രിവാലൻസ്, പീരീഡ് പ്രിവാലൻസ്, ലൈഫ് ടൈം പ്രിവാലൻസ്. 3 പേര് നോട്ട് ചെയ്യാലോ. ഏതൊക്കെയാണ് ടൈപ്സ് ഓഫ് പ്രിവാലൻസ്? പോയിന്റ് പ്രിവാലൻസ്, പീരീഡ് പ്രിവാലൻസ്, ലൈഫ് ടൈം പ്രിവാലൻസ്. കിട്ടിയല്ലോ. പോയിന്റ് പ്രിവാലൻസ് എന്ന് പറഞ്ഞ എന്താ? ദ നമ്പർ ഓഫ് കേസസ് ഓഫ് എ ഹെൽത്ത് ഇവന്റ് അറ്റ് എ സർട്ടൺ ടൈം. എന്താണ് പറഞ്ഞേക്കുന്നത്? ദ നമ്പർ ഓഫ് കേസസ് ഓഫ് എ ഹെൽത്ത് ഇവന്റ് അറ്റ് എ സർട്ടൺ ടൈം. ഒരു നിശ്ചിത സമയത്ത് ഉള്ള ഹെൽത്ത് ഇവന്റ്സിന്റെ എണ്ണം, അതാണ് പോയിന്റ് പ്രിവാലൻസ്. എക്സാമ്പിൾ ഞാൻ പറയാം. ആന്റിബയോട്ടിക് ഉപയോഗിക്കുമ്പോൾ, നമുക്ക് ഫ്ലൂ ഒക്കെ വരുമ്പോൾ നമുക്ക് എന്താ, ഈ ചാർട്ട് നോക്കി നമുക്ക് എന്താ പറയാ, നമുക്കൊരു ഒരു പോയിന്റ് പ്രിവാലൻസ്, രോഗവ്യാപനം നമുക്ക് എന്താ, നമ്മൾ ഫ്ലൂ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആ ഹെൽത്ത് ഇവന്റ്സുകൾ ഇങ്ങനെയുള്ള സംഭവങ്ങളില് നമുക്ക് ചാർട്ട് നോക്കിയിട്ട് നമ്മൾ ഫ്ലൂ വാക്സിൻ സ്വീകരിച്ച രോഗിയുടെ പ്രൊപ്പോർഷൻ എങ്ങനെയാണെന്ന് ഹോസ്പിറ്റലില് നമുക്ക് നിർണ്ണയിക്കാൻ പറ്റും.
അതെങ്ങനെയാ? നമുക്ക് ഒരു ചാർട്ട് നോക്കിയിട്ട് ഒരു ഹെൽത്ത് ഇവന്റ്, ഒരു പ്രത്യേക ടൈമിൽ സംഭവിച്ച ഹെൽത്ത് ഇവന്റ്, ആ കേസുകളാണ് കേട്ടോ. നമ്പർ ഓഫ് കേസസ് ഓഫ് ഹെൽത്ത് ഇവന്റ് അറ്റ് എ സർട്ടൺ ടൈം, അതാണ് പോയിന്റ് പ്രിവാലൻസ് എന്ന് പറയുന്നത്. ഒരു ടൈം അതൊന്ന് നോട്ട് ചെയ്തിട്ടാ മതി, അത് തരും. എന്നിട്ട് ഏത് പ്രിവാലൻസ് ആണെന്ന് ചോദിച്ചാൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റൂലേ? ഒരു നിശ്ചിത സമയത്തുള്ള ഹെൽത്ത് ഇവന്റ്സിന്റെ എണ്ണം, നമ്പർ. ഒരു ഫ്ലൂ വാക്സിൻ സ്വീകരിച്ച രോഗികള്, നമുക്ക് ചാർട്ട് നോക്കിയിട്ട് ആ ഫ്ലൂ വാക്സിൻ സ്വീകരിച്ച രോഗികളുടെ അനുപാതം ഹോസ്പിറ്റലിന് കണ്ടെത്താൻ പറ്റും. ഇനി നോക്കിയേ, പീരീഡ് പ്രിവാലൻസ് എന്ന് പറഞ്ഞാൽ എങ്ങനെ? ഒരു പർട്ടിക്കുലർ പീരീഡ് ആ അവര് പറയുന്നത്. ദ നമ്പർ ഓഫ് കേസസ് ഓഫ് ഹെൽത്ത് ഇവന്റ് ഇൻ റെഫറൻസ് ടു എ പീരീഡ് ഓഫ് 12 months, പലപ്പോഴും 12 മാസം. അപ്പൊ അതിനകത്ത് നമുക്ക് ഇപ്പൊ ഒരു കണക്കെടുപ്പില് നമുക്ക് രോഗവ്യാപനത്തിന്റെ ഇത് നോക്കുകയാണെങ്കിൽ പീരീഡ് പ്രിവാലൻസിന്റെ എക്സാമ്പിള് ഇപ്പൊ നമുക്ക് കഴിഞ്ഞ ഒരു നമ്പർ ഓഫ് പീപ്പിൾ ഹു ഹാവ് സ്മോക്ക്ഡ് ഇൻ എ പാസ്റ്റ് 12 months, കഴിഞ്ഞ 12 മാസത്തിലൂടെ പുകവലിച്ചിട്ടുള്ള കോൾഡ്, ശരി, കഴിഞ്ഞ 12 മാസത്തിനുള്ളിൽ പുകവലിച്ചിട്ടുള്ള ആളുകളുടെ എണ്ണം. അവിടെ എങ്ങനെയാ? പലപ്പോഴും 12 മാസം, അതായത് ഒരു പീരീഡ്, ഒരു വർഷത്തെ ഇതാണ് അവിടെ പറയുന്നത്. ഓക്കെ, ലൈഫ് ടൈം എന്ന് പറഞ്ഞാൽ എന്താ? മൊത്തത്തിൽ അല്ലെ? ദ നമ്പർ ഓഫ് കേസസ് ഓഫ് ഹെൽത്ത് ഇവന്റ് ഇൻ റെഫറൻസ് ടു എ ടോട്ടൽ ലൈഫ് ടൈം, ഒരു ടോട്ടൽ ലൈഫ് പീരീഡിൽ സംഭവിച്ചിട്ടുള്ള. ഇപ്പൊ ഡിപ്രഷൻ എക്സാമ്പിൾ, ഡിപ്രഷൻ എങ്ങനെയാ? ലൈഫ് ടൈം അല്ലേ? നമുക്ക് ഡിസോർഡേഴ്സ്, ആൻസൈറ്റി ഡിസോർഡേഴ്സ്, ഉത്കണ്ഠ, ഡിപ്രഷൻ ഒക്കെ എന്ന് പറഞ്ഞാൽ ലൈഫ് ടൈം ആണ് അല്ലെ? ദ നമ്പർ ഓഫ് കേസസ് ഓഫ് ഹെൽത്ത് ഇവന്റ് റെഫറൻസ് ടു ദ ടോട്ടൽ ലൈഫ് ടൈം, മൊത്തം ആയുസിനെ പരാമർശിക്കുന്ന ഒരു ആരോഗ്യ സംഭവ കേസുകളുടെ എണ്ണം. ക്ലിയർ ആയോ? ആ കുഞ്ഞ ഹിന്ദിയിൽ എഴുതാൻ പറ്റൂലേ? പോയിന്റ് ആണെങ്കിൽ എങ്ങനെയാണ്? പർട്ടിക്കുലർ ടൈം. സ്മോക്കിംഗ് ഇതിൽ അല്ലേ? ഏതിനകത്താണ്? ലൈഫ് ടൈം ആണോ? ലൈഫ് ടൈമിൽ വേണമെങ്കിൽ ഉൾപ്പെടുത്താം, കുഴപ്പമില്ല, നമുക്ക് മാറ്റമില്ല. ചിലര് എന്താ പറയാ, അത് ശീലം തുടങ്ങിയാൽ ഒരിക്കലും നിർത്താൻ പറ്റാത്തവരുണ്ടല്ലേ? ഓക്കെ, കുഴപ്പമില്ല, നമ്മുടെ അനുയോജ്യം പോലെ നമ്മളൊരു എക്സാമ്പിളോട് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. ഇതിപ്പോ ഡിപ്രഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതും ശരിയാണ്. നമുക്ക് ചിലര് ഡിപ്രസ്ഡ് ആണല്ലോ, അവരുടെ ജീവിത അവസാനം വരെയും ചിലപ്പോ അവരങ്ങനെ ആ ഒരു സ്റ്റേജിൽ തന്നെ നിൽക്കേണ്ടതായിട്ട് വരാം. ഓക്കെ, അപ്പൊ മൂന്നെണ്ണം. പോയിന്റ് പ്രിവാലൻസ് എങ്ങനെയായിരുന്നു? ഏത് ടൈം? ഒരു ടൈമില് സംഭവിച്ചത് അല്ലെ? പീരീഡ് പ്രിവാലൻസ് ആ പീരീഡ് അവിടെ ഉണ്ടാവും, അപ്പൊ അത് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ല പീരീഡില്. ലൈഫ് ടൈം പ്രിവാലൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ആ മൊത്തത്തിൽ ടോട്ടൽ ലൈഫ് ടൈമില്. ആ ഹിൻസ് നോട്ട് ചെയ്ത ഏത് ടൈപ്പ് ഓഫ് പ്രിവാലൻസ് ആണെന്ന് ചോദിക്കാമല്ലോ, നിങ്ങൾക്ക് ആൻസർ കിട്ടൂലേ അത്? ഓക്കെ, ഇനി ഫോർമുലയെ കൂടി നോക്കിയെന്നോ. പോയിന്റ് പ്രിവാലൻസിന്റെ ഫോർമുല നമുക്ക് എങ്ങനെ എഴുതാം? ദ നമ്പർ ഓഫ് കേസസ് ഇൻ എ ഡിഫൈൻഡ് പോപ്പുലേഷൻ അറ്റ് വൺ പോയിന്റ് ഓഫ് ടൈം, അതായത് ഒരു ഘട്ടത്തിൽ നിർവചിക്കപ്പെട്ടിട്ട് പോപ്പുലേഷനിലുള്ള കേസുകളുടെ എണ്ണം. നമ്പർ ഓഫ് കേസസ് ഇൻ എ ഡിഫൈൻഡ് പോപ്പുലേഷൻ, ഒരു പ്രത്യേക ടൈമില്, divided by number of people in a defined population at the same point of time, അതേ സമയത്ത് നിർവചിക്കപ്പെട്ടിട്ടുള്ള മൊത്തം, അതായത് ജനസംഖ്യയുടെ ആളുകളുടെ എണ്ണം കൊണ്ട്. കണ്ടോ? നമ്പർ ഓഫ് കേസസിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? നമ്പർ ഓഫ് പീപ്പിൾ, അത്രയും നോട്ട് ചെയ്താൽ മതി. പിന്നെ അത് തെറ്റിപ്പോവില്ല. പോയിന്റ് പ്രിവാലൻസ് കാണാനുള്ള ഫോർമുല അവിടെ റിപ്പോർട്ട് ചെയ്ത അല്ലെ? നമ്പർ ഓഫ് കേസസ് ഇൻ എ ഡിഫൈൻഡ് പോപ്പുലേഷൻ, ആ ഒരു പർട്ടിക്കുലർ പോപ്പുലേഷനിൽ ഡിഫൈൻ ചെയ്ത നമ്പർ ഓഫ് കേസസ്, അതിനെ എന്ത് ചെയ്യണം? നമ്പർ ഓഫ് പീപ്പിൾ, ആ പോപ്പുലേഷനിൽ മൊത്തം ആളുകളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അതാണ് ഫോർമുല. ഇനി അടുത്തത് നോക്കി, യൂസസ്. എന്താണ് പ്രിവാലൻസിന്റെ യൂസ്? എന്തിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നത്? ഹെൽപ് ടു കാൽക്കുലേറ്റ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഹെൽത്ത് പ്രോബ്ലം ഓർ ഡിസീസ് ഇൻ കമ്മ്യൂണിറ്റി. എന്താണ് പറഞ്ഞേക്കുന്നത്? ഒരു സമൂഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങളുടെ അല്ലെങ്കിൽ രോഗത്തിന്റെ അളവ് കണക്കാക്കാൻ സഹായിക്കുന്നു. നമുക്ക് എന്താ യൂസസ്? എന്താ അത് നോട്ട് ചെയ്തിട്ടോ, ഒന്ന് ടിക്ക് ഇട്ട് വെച്ചോ. യൂസസും ലിമിറ്റേഷൻസും ടിക്ക് ഇട്ടോ. ഒരു സമൂഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങളുടെ അല്ലെങ്കിൽ ഡിസീസിന്റെ, നമ്മുടെ ആ രോഗത്തിന്റെ അളവ്
മാഗ്നിറ്റ്യൂഡ് അളവ് കണക്കാക്കാൻ സഹായിക്കുന്നു. പിന്നെ ഐഡന്റിഫൈ പൊട്ടൻഷ്യൽ ഹൈ റിസ്ക് പോപ്പുലേഷൻ, അല്ലെ, ഉയർന്ന അപകട സാധ്യതയുള്ള ആളുകളെ ഐഡന്റിഫൈ ചെയ്യാൻ തിരിച്ചറിയാൻ സഹായിക്കുന്നു. യൂസ്ഫുൾ ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് പ്ലാനിംഗ് പർപ്പസ്, ഭരണപരമായിട്ടുള്ള ആസൂത്രണപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക്, അല്ലെ, ഭരണപരമായിട്ടുള്ളതും പ്ലാനിംഗ് പർപ്പസ് ആസൂത്രണപരമായിട്ടുള്ള ആവശ്യങ്ങൾക്കും എന്ത് ചെയ്യുന്നു, പ്രീവാലൻസ് ഉപയോഗിക്കുന്നു. നമുക്ക് അതിനനുസരിച്ച് രോഗവ്യാപന നിരക്കൊക്കെ നമ്മൾ കണ്ടുപിടിച്ചാൽ അതിനനുസരിച്ച് നമുക്ക് അത് മാറ്റാനുള്ളത് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വരാത്ത രീതിയിലുള്ള പ്ലാനിംഗ് ഒക്കെ ചെയ്യാൻ പറ്റൂലേ, അല്ലെ? പ്ലാനിംഗ് പർപ്പസിനും ഉപയോഗിക്കുന്നുണ്ട്. 3 കാര്യങ്ങൾ കിട്ടിയോ? ഏതൊക്കെയാ പറഞ്ഞത് നമ്മള്? എന്താണ് ഒന്നാമത്തെ, ഒരു സമൂഹത്തിലെ ആരോഗ്യ പ്രശ്നങ്ങളുടെ അല്ലെങ്കിൽ രോഗത്തിന്റെ അളവ് കണക്കാക്കാൻ, ഡിസീസ് ഇൻ കമ്മ്യൂണിറ്റി, അല്ലെങ്കിൽ രോഗം ഒരു ഡിസീസിന്റെ അളവ് അല്ലെങ്കിൽ ഹെൽത്ത് പ്രോബ്ലംസിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞ ഒരളവ് എന്നാണ് കേട്ടോ. അതായത് സമൂഹത്തിലെ ആരോഗ്യ പ്രശ്നങ്ങൾ, അതിന്റെ വ്യാപ്തി, അളവ് അല്ലെങ്കിൽ ഡിസീസ്, രോഗം എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ സഹായിക്കുന്നു. പിന്നെ ഉയർന്ന അപകട സാധ്യതയുള്ള ആളുകളെ തിരിച്ചറിയാൻ സഹായിക്കുന്നു. പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ളതും ആസൂത്രണപരമായിട്ടുള്ള ആവശ്യങ്ങൾക്കും പ്രിവാലൻസ് ഉപയോഗിക്കുന്നു. ക്ലിയർ ആണോ? യൂസസ് 3 എണ്ണവും. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കിയാൽ മതി കേട്ടോ. ഒരുപാടായി കഴിയുമ്പോൾ ബോറാവും നിങ്ങൾക്ക്. അതില് ഇതെല്ലാം ഫോർമുലാസ് അല്ലേ? ക്ലിയർ ആണല്ലോ അല്ലെ? ആ ലിമിറ്റേഷൻ നമുക്ക് ലിമിറ്റേഷൻ അടുത്ത ക്ലാസ്സിൽ നോക്കാം. യൂസസ് വരെ നോക്കി വെച്ചാൽ മതി കേട്ടോ. ഇന്ന് ഇത്തിരി ക്ലാസ് കൂടുതൽ കിട്ടിയോണ്ട് നമ്മുടെ കുറച്ചും കൂടി പോർഷൻസ് തീരും. ഇനി ഒരു ക്വാളിറ്റി മാനേജ്മെന്റ് ഉണ്ട്, പിന്നെ ബേസിക് ഇൻഫർമേഷൻ അതിന്റെ ഒരു വലിയൊരു ചാപ്റ്റർ എടുക്കുന്നുണ്ട്, പിന്നെ ലോട്ടറി ആൻഡ് ക്ലീനിങ് അതെടുക്കുള്ള ചാപ്റ്റർ ആണ്. കുറച്ച് ചാപ്റ്റർ കൂടി നമുക്കുണ്ട്. മതി മക്കളെ, ഇനി നിങ്ങളും വിഷമിക്കും. ഇനി കുറെ നേരം എടുത്തു കഴിഞ്ഞാൽ ഇത്രയും മതി. നമ്മുടെ ആ ഫോർമുലാസ് ഒക്കെ അന്ന് ടിക്കറ്റ് നമ്മൾ വെച്ചത് നോക്കണം. പ്രിവാലൻസ് 3 തരം, അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 3 തരത്തിലുള്ളത് ടൈപ്പ് ഓഫ് പ്രിവാലൻസ് നോക്കാം കേട്ടോ. പോയിന്റ്, പീരീഡ്, ലൈഫ് ടൈം എന്നുള്ളത് അത് നോക്കാം. പിന്നെ പ്രിവാലൻസിന്റെ ആ ഫോർമുല നമ്മൾ നോക്കണം. യൂസസ്, ഇത്രയും കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിലേക്ക് ഒന്ന് വാങ്ങിച്ചു വെക്കാം. ഇത്തിരി കൂടുതൽ എടുത്തിട്ടുണ്ട്. നമ്മൾ കൂടുതൽ സമയം അരമണിക്കൂർ കൂടി എക്സ്റ്റെൻഡ് ചെയ്തെടുത്തല്ലോ. നമ്മുടെ ഇച്ചിരി പോർഷൻസ് നീങ്ങിയിട്ടുണ്ട്. ഒന്ന് വായിച്ചു വെച്ചേക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് ഓടിച്ചൊന്ന് വായിച്ചു പോയാൽ മതി. ഓക്കെ, എന്താണ് എന്തോ ഒരു മെസ്സേജ് ചെയ്തിട്ട് എന്തോ ഒരു കമന്റ് അവിടെ പറഞ്ഞു. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞേ? എന്താ, ഞാനത് മ്യൂട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു.